ഉദ്ധവൻ എന്നുള്ള കഥാപാത്രം, ഏകാദശ സ്കന്ധത്തിലെ ഉദ്ധവൻ എന്നുള്ള കഥാപാത്രം, ഇതിലേക്ക് ഉദ്ധവനായിട്ട് മാറാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ പറ്റില്ല. പക്ഷെ കാരണം എന്താ വെച്ചാൽ സഖേ എന്ന് സംബോധന ചെയ്യും ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവൻ. ആ പദവിയിലേക്ക് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് എന്ത് നല്ലത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നുള്ള നവധാഭക്തിയുടെ പാഠങ്ങൾ ഹിരണ്യകശിപു എന്നുള്ള അസുര രാജാവിന്, ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭക്തി എന്നുള്ളത് നമ്മള് 3 പ്രാവശ്യം ഉരുവിട്ട ശ്ലോകം, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാൻ യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാദനപായിനി എന്ന് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഓൾറെഡി ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ തന്നെ നേരെയായിട്ടിരിക്കണം. എന്നാലേ ഈ സംസ്ഥാനത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഉത്തർപ്രദേശ് എന്നുള്ളതിന്, ഉത്തർപ്രദേശിനേക്കാളും മുകളിലുള്ള ഒരു ആനന്ദ സ്ഥിതി ഭാഗവതത്തിനുണ്ട്. ഇതാണ് ഏകാദശ സ്കന്ധം, ആ ഒറ്റ ശ്ലോകം. ഉദ്ധവൻ എന്നുള്ളത് കംസന്റെ ദുർഭരണം വന്നപ്പോൾ രാജ്യം വിട്ട് നല്ല യാദവന്മാരിൽ ഒക്കെ ചിലവരൊക്കെ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദേവഭാഗൻ എന്നുള്ള യാദവൻ കംസന്റെ ദുർഭരണം വിട്ട് രാജ്യം വിട്ടു പോയ ഒരാളാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കൂടെ ഈ കുട്ടിയായിട്ടുള്ള ഭഗവാനിൽ നിന്ന് കുറച്ചു പ്രായം കുറവ്. പക്ഷെ പിന്നീട് സ്വർഗത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് പോയിട്ട് ബൃഹസ്പതിയുടെ പ്രിയ ശിഷ്യനായിട്ട്, ബുദ്ധിസത്തമനായിട്ട് കംസ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം മധുരയിലെ, പിന്നീട് ദ്വാരകയിലെ യാദവന്മാരുടെ പ്രധാനമന്ത്രിയായിട്ട് തീർന്ന ഉദ്ധവോ ബുദ്ധിസത്തമാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ. ഭാഗവതം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ധവനാവാൻ തയ്യാറുണ്ടോ എന്ന്. ഏകാദശ സ്കന്ധത്തിന്റെ പാഠം. എല്ലാ ഉപദേശങ്ങളും കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ പറയുമ്പോൾ ഈ പ്രഭാഷണ വിഷയത്തില് ഹംസഗീതയും ഭിക്ഷുഗീതയും മൈളഗീതയും സാഖ്യവും ജ്ഞാനവും തത്വനിർണയവും വർണ്ണാശ്രമധർമ്മങ്ങളും വിഭൂതികളും, വിഭൂതി അധ്യായവും, ധ്യാനവും യോഗവും, ഇങ്ങനെ ശുദ്ധി അശുദ്ധിയുടെ പ്രസ്താവങ്ങളും ഗുണങ്ങളെ കുറിച്ചുള്ള നിർണയങ്ങളും ക്രിയായോഗവും ജ്ഞാനയോഗവും ഒക്കെ വരുന്നുണ്ട് ഈ ഇന്നത്തെ ഈ 2 അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ വിഷയത്തിൽ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞ് ഉദ്ധവഗീത എന്നുള്ള ആ ഗീത മുഴുവൻ 28 അധ്യായങ്ങളിൽ കൂടിയിട്ട് കേട്ടുകഴിഞ്ഞിട്ടാണ് ഉദ്ധവന്റെ പ്രാർത്ഥന. ഇതാണ് ഭാഗവതം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഭാഗവതം കൊണ്ട് തീർക്കാൻ സാധിക്കും, സംശയമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ഭാഗവതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, സംശയമില്ല. പക്ഷെ അതിനെ അതിവർത്തിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം, നിസ്സാരമായുള്ള ഭാരതീയരാണ് നമ്മൾ. ജ്ഞാനപ്രകാശത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ഭാരതീയർ എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനപ്രകാശത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ആൾ. ആ പ്രകാശഭൂയിഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ പീയൂഷ പ്ലാവിതോഹം എന്ന് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു അനന്താനന്ദം, അനിതര സാധാരണമായിട്ടുള്ള സച്ചിദാനന്ദം എന്നുള്ള അനുഭവങ്ങൾ, അതിലേക്ക് എത്തിച്ചേരാനുള്ള യോഗ്യതയുള്ളവരാണ് ഭാഗവതത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അതിലേക്ക് ഉദ്ധവൻ എത്തിയിട്ടുണ്ട്. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ വൃഷ്ണീനാം പ്രവരോ മന്ത്രി, പ്രധാനമന്ത്രി. കൃഷ്ണസ്യ ദയിത സഖ, സഖ എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രവണം, നവധാഭക്തി. അതില് നമ്മൾ ചെയ്യണത്, പുണ്യവാന്മാരായുള്ള നമ്മൾ ചെയ്യണത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം ചെയ്യാൻ സാധിക്കും. സാധ്യഭക്തിയുടെ
നിങ്ങൾക്ക് ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളിൽ കുറച്ച് തെളിച്ചുണ്ടെങ്കിൽ, ആ ഭാരതീയനാണെങ്കിൽ ഈ 6 അവസ്ഥകള് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം സാധ്യമാണ്. അതിന്റെ കൂടുതൽ വിസ്താരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വാക്കിൽ കൂടെ തന്നെ, അല്ലെങ്കിൽ ഭാഗവതം കേട്ട ആൾക്കാരാണ് സപ്തമസ്കന്ധമൊക്കെ. പക്ഷെ സഖ്യം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇത് കുറച്ച് പ്രയാസ. സാധക ഭക്തി എന്ന് പറയും. അത് നമ്മുടെ യോഗ്യതകള് പോരാ അതിലേക്ക് എത്തിച്ചേരാൻ, സാധക ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ. അതിലേക്ക് നരസിംഹമൂർത്തി തന്നെ ആ അന്ധകാരത്തിന്റെ കട്ടിപിടിച്ച അജ്ഞാനത്തിന്റെ തൂണ് പിളർന്ന് അത്യത്ഭുത സ്വരൂപിയായിട്ട് നരസിംഹമൂർത്തി വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പട്ടുകോണകമെടുത്ത് കദളിപ്പഴവും വെണ്ണയും പിടിച്ച് അരഞ്ഞാണവും പൊച്ചിലമ്പുകളും കിലുക്കിക്കൊണ്ട് താഴേക്ക് പടികൾ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകൾ പിടിച്ച് ആദ്യത്തെ 6 പടികൾ കയറിയ ആൾക്കാരെ, നീ എന്റെ ദാസനാണ് ആഞ്ജനേയൻ. സഖ്യം ഭാഗവതത്തിൽ നോക്കിയാൽ, നേരത്തെ പറഞ്ഞു നിങ്ങൾ ഉപനിഷത്ത് മന്ത്രങ്ങള് ഭാഗവതത്തിൽ എവിടെ ഉണ്ടെന്ന് തേടി നോക്കുന്നു. ഉപനിഷത്ത് മന്ത്രങ്ങളെ ഭാഗവതത്തിലുള്ളൂ. ഇനി ഭാഗവതം പഠിക്കണ്ടെങ്കിൽ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ സഖ എന്ന് വിളിച്ച ആരൊക്കെ ഉണ്ട് നോക്കുക. ഭഗവാൻ ആരെയൊക്കെ സഖ എന്ന് വിളിച്ചിട്ടുണ്ട് നോക്കുക. വളരെ ചുരുക്കം പേരേ ഉണ്ടാവും. ഉദ്ധവൻ, വൃന്ദാവനത്തിലെ ഗോപികള്, രാധാദി ദേവിമാര്, അർജുനൻ, സുദാമാവ്, ഇങ്ങനെ കുറച്ചു പേരൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. അങ്ങോട്ട് സഖ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങോട്ട് സഖ എന്നുള്ള വിശേഷണം കൊടുത്തിരിക്കുന്ന ആൾക്കാർ. ആത്മനിവേദനം പരീക്ഷത്തിന്റെ നാളെ നമ്മൾ കാണാൻ പോകും. പൂർണ്ണ സമർപ്പണം. അപ്പൊ സാധക ഭക്തിയുടെ അവസ്ഥയിലേക്ക്, പരമപ്രേമത്തിന്റെ പദവികളിലേക്ക് ഏറ്റെടുത്ത് വെക്കപ്പെട്ട ആളാണ് ഉദ്ധവൻ, ഈ ദേവഭാഗന്റെ മകൻ. നോദ്ധവൊണ്ണുപി മന്യൂനഹ തൃതീയ സ്കന്ധത്തില് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ പോവാം, നമുക്ക് ഈ 1.5 മണിക്കൂർ. നോദ്ധവൊണ്ണുപി മന്യൂനഹ, ഞാനും ഉദ്ധവനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു എന്നാണ്, ഞാനും ഉദ്ധവനും തമ്മിൽ വ്യത്യാസമില്ല. ഉദ്ധവനെ കാണാനും ഭഗവാനെ പോലെയാണ്. കാരണം ഭഗവാൻ ഉടുത്ത പീതാംബരം, ഭഗവാൻ ഉടുത്ത കുറി, ഭഗവാൻ ഉപയോഗിച്ച ഉത്തരീയം, ഭഗവാൻ ഉപയോഗിച്ച വനമാല, അതാണ് ഉദ്ധവൻ തൻ്റെ ആഭരണങ്ങളായിട്ട്, അലങ്കാരങ്ങളായിട്ട് കൊണ്ടാടാറുള്ളത്. ആ ഉദ്ധവനെ നോദ്ധവൊണ്ണുപി മന്യൂനഹ, വ്യത്യാസമില്ല ഭഗവാനിൽ നിന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ സഖ എന്നുള്ള പദവിയിലേക്ക് ഉദ്ധവനും കൂടി പ്രധാനമന്ത്രിയും കൂടി എത്തിച്ചേരണം എന്നുള്ള നിർബന്ധ ബുദ്ധി ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അങ്ങനെയാണ് വൃന്ദാവനത്തിലേക്ക് അയച്ചത്. ആ വൃന്ദാവനത്തിൽ ചെന്ന് കുറച്ചു മാസങ്ങള് രാത്രി മുഴുവൻ യശോദാനന്ദന്മാരുടെ ഒപ്പം ഉദ്ധവൻ ഇരിക്കും. പകല് മുഴുവൻ ഗോപികള്. ഉദ്ധവൻ സന്ധ്യാവന്ദനത്തിന് യമുനയിലേക്ക് ചേരുമ്പം അവിടെ ഇങ്ങനെ ഗോപികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവുന്ന ഉദ്ധവനെ എതിരേൽക്കാൻ വേണ്ടി. ഇന്ന് ഏത് ദിവസം ഭഗവാൻ എടുത്ത പീതാംബരാവോ ഉദ്ധവൻ എടുത്തത് എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി, കൗതുകത്തോടുകൂടി പരമപ്രേമ സ്വരൂപിണികൾ ഇങ്ങനെ തീരത്ത്, യമുനാ തീരത്ത് നിൽക്കും. എന്നിട്ട് സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞു വരുന്ന ഉദ്ധവനെ യാതൊരു മടിയും കൂടാതെ തങ്ങളിലേക്ക് ഏറ്റെടുത്തിട്ട് അവര് വൃന്ദാവനത്തിലെ ഓരോ സ്ഥലികളായിട്ട് കൊണ്ടു നടത്തും. ആ ഓരോ സ്ഥലികളിലും, ഓരോ മണൽത്തരികളിലും ഗോപികളുടെ മനോഹരായുള്ള കുങ്കുമണിഞ്ഞ പാദാരവിന്ദങ്ങൾ വന്ന് വീഴുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഭഗവത് ലീലകളുടെ ആനന്ദം അവരിങ്ങനെ അനുഭവിച്ചു ഉദ്ധവനോട് പറയും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവര് ഉദ്ധവനെ കൊണ്ടുപോയിട്ട് ഭണ്ഡീരക വൃക്ഷത്തിന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ യോഗ ജ്ഞാനാഗ്നിയിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കണ രാധാദേവിയിലേക്ക് ഉദ്ധവനെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടുണ്ട്. രാധാദേവി കണ്ണു തുറന്നില്ല. ഉദ്ധവനെ നോക്കിയില്ല.
ഭഗവാൻ അവിടെ നിർബന്ധമുണ്ട്. ഉദ്ധവനിലേക്ക് രാധാദേവിയുടെ അനുഗ്രഹങ്ങൾ വന്ന് പതിയണം എന്നുള്ള നിർബന്ധം മധുരയിലിരിക്കുന്ന ഭഗവാനുണ്ട്. എന്നാലേ നേരത്തെ പറഞ്ഞ പോലെ നൊദ്ധവണ്ണുപി മന്യൂനഹ എന്നെത്തിച്ചു. ആചാര്യന്മാര് പറയാ, മധുരയിൽ നിന്ന് ഭഗവാൻ ഒരു കരിവണ്ടായിട്ട് അവതാരമെടുത്ത് വൃന്ദാവനത്തിലേക്ക് പാറി പാറി വന്നു. ഭാഗവതത്തിലെ ചില രഹസ്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മധുരയും വൃന്ദാവനവും വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങൾ. പക്ഷെ ഒരു 10 ചില്ലുവാൻ കൊല്ലം മധുരയില് ഭഗവാൻ ഇരുന്നിട്ടും എന്തുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് ഭഗവാന്റെ നമ്മുടെ രീതിയിലുള്ള യാത്ര ഉണ്ടായിട്ടില്ല? യഥാർത്ഥ രീതിയിൽ വൃന്ദാവനം വിട്ട് ഭഗവാൻ പോയിട്ടില്ല പറയും ആചാര്യൻ. പക്ഷെ നമ്മൾ പറയും ഭഗവാൻ മധുരയിലേക്ക് പോയി എന്ന് പറയും. ഇത്രയും അടുത്ത് നിൽക്കുന്ന പ്രദേശത്തായിട്ടുകൂടി വർഷങ്ങളോളം തനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള യശോദാനന്ദന്മാരെയോ ഗോപികളെയോ കാണാൻ ഭഗവാൻ വന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്? ഇത് ഭാഗവതത്തിന്റെ രഹസ്യമാണ്. ഒരു ഗൂഢശാസ്ത്രമാണ് ഭാഗവതം. ഇവിടെ ഉദ്ധവനിലേക്ക് രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഭഗവാൻ ഉള്ളത് കാരണം ഭഗവാൻ ഒരു കരിവണ്ടായിട്ട് അവതരിച്ചു വന്ന് വൃന്ദാവനത്തിലേക്ക് വന്ന് നികുഞ്ചങ്ങളിലെ സുഗന്ധങ്ങളെ ഏറ്റുപിടിച്ച് ആ ഭണ്ഡീരക വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന രാധാദേവിയെ പ്രദക്ഷിണം ചെയ്ത് ആ പാദാരവിന്ദത്തില് ഒരു നമസ്കാര ചുംബനം ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണ ചുംബനം തന്റെ പാദങ്ങളില് ഏറ്റെടുത്തതോടുകൂടിയാണ് രാധാദേവി കണ്ണുകൾ തുറന്ന് ഉദ്ധവനെയും പരിസരത്തെയും കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ച് മുരണ്ടുകൊണ്ടിരിക്കണ തന്റെ മുഖാരവിന്ദത്തിന്റെ ചുറ്റും മുരണ്ടുകൊണ്ടിരിക്കണ വണ്ടിനോട് എന്നുള്ള രീതിയിൽ മധുപകിതവ ബന്ധോ എന്ന് പറഞ്ഞ് ഒരു ഗീത, നമ്മളിന്ന് ഹംസഗീത, വിഷുഗീത എന്നൊക്കെ പറഞ്ഞു, ഭ്രമരഗീത എന്നുള്ള ഗീത പറഞ്ഞു. ഉദ്ധവനിലേക്ക് ആ അനുഗ്രഹങ്ങൾ ഏറ്റു. അതോടുകൂടി കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസം ഉണ്ടായി എന്നാണ് വൃന്ദാവനത്തിൽ. താൻ സമാധാനിപ്പിക്കാൻ വന്നതല്ല എന്ന് അധികം കഴിയണതിൻ്റെ മുമ്പ് ആദ്യമൊക്കെ ഭഗവാന്റെ സന്ദേശം ഇങ്ങനെ ഗോപികളുടെ മുന്നിൽ വായിക്കുമായിരുന്നു. പിന്നീട് അതൊക്കെ നിർത്തി. താൻ സമാധാനിപ്പിക്കാൻ വന്ന ആളല്ല, പഠിക്കാൻ വന്ന ആളാണ്. മനസ്സിലായി? ആദ്യം ഗോപികൾ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ ഉദ്ധവനെ കണ്ട ഗുരുനാഥൻ, ഗുരുവായൂരപ്പന്റെ സന്ദേശം കൊണ്ടുവന്ന ആള് എന്നുള്ള രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തങ്ങളിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഉദ്ധവൻ എന്നുള്ളതാണ്. അവരുടെ കൂടെ കുറച്ചു കാലം അവിടെ നിന്നപ്പം മനസ്സിലായി എന്താ പഠിക്കേണ്ടത് എന്ന് മനസ്സിലായി. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം എന്ന് മനസ്സിലാക്കി. ഇതെന്ന് തുടങ്ങി ഉദ്ധവൻ ആദ്യം ഗോപികളെ നമസ്കരിക്കട്ടെ എന്നുള്ള സമ്മതം ചോദിച്ചു ഗോപികളെ നമസ്കരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പം അതിനുള്ള യോഗ്യത പ്രധാനമന്ത്രിയായിരിക്കണം തനിക്കില്ല മനസ്സിലാക്കി. കാരണം ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപങ്കനാസു ബഹുമാനേ, ബ്രഹ്മശങ്കരന്മാർ വന്ന് നമസ്കരിക്കണു ഗോപികൾ. അപ്പോൾ പിന്നെ അവര് യമുനാ തീരത്തു കൂടെ നടക്കുമ്പോ അവരുടെ പാദങ്ങൾ പതിഞ്ഞ നനഞ്ഞ മണലില് അവരുടെ പാദചിഹ്നങ്ങളിലേക്ക് നമസ്കരിക്കാൻ തുടങ്ങി. അവര് പോയതിന് ശേഷം അതിനുള്ള യോഗ്യത ഇല്ല മനസ്സിലാക്കി. പിന്നീട് ആ കാൽപ്പൊടികള് എടുത്ത് നമസ്കരിക്കാൻ തുടങ്ങി. അതിനുള്ള യോഗ്യത ഇല്ല എന്ന് മനസ്സിലാക്കി. കുറച്ചു കഴിഞ്ഞു ഗോപികളുടെ ഒരു പാദരേണുവിന് അഖണ്ഡകോടി നമസ്കാരം എന്ന് പറഞ്ഞ് ഒരു പൊടിക്ക് ഉദ്ധവൻ നമസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ സഖേ എന്ന് വിളിച്ചു. ഗോപികളെ വിളിക്കുന്നത് പോലെ തന്നെ ഉദ്ധവനെയും വിളിക്കാൻ. ആ കരിവണ്ട്, ശ്രീകൃഷ്ണ കരിവണ്ട് രാധാദേവിയുടെ പാദാരവിന്ദത്തിൽ നിന്ന് പറന്നുയർന്ന് വേദമാകണ താമരകളിൽ നിന്ന് ഉപനിഷത് മധു
ശ്രീകൃഷ്ണക്കരിവണ്ട് വേദമാകണ താമരകളിൽ നിന്ന് ഉപനിഷത് മധുക്കളെ ഏറ്റെടുത്തു കൊണ്ടുവന്ന് ഏകാദശ സ്കന്ധത്തിൽ പിന്നീട് നിറച്ചു എന്നാണ്. ഏകാദശ സ്കന്ധം അല്ലെങ്കിൽ ഉപദേശം ഉപസംഹരിക്കുന്നത് ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുബജഹ്രേ ഭൃംഗവത് വേദസാരം അമൃതമുദധിയശ്ചാപായയത് ഭൃത്യവർഗാൻ പുരുഷം ഋഷഭം ആദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീകൃഷ്ണ കരിവണ്ടിന് നമസ്കരിച്ചിട്ടാണ് വേദത്താമരകളിൽ നിന്ന് ഉപനിഷത്തേനുകളെ എടുത്ത് സംസാര ഭയങ്ങളെ, മൃത്യുഭയങ്ങളെ ഇല്ലാതെയാക്കണ ജ്ഞാന വിജ്ഞാന സമന്വിതമായിട്ടുള്ള വേദ സാരമായിട്ടുള്ള ഉപദേശങ്ങൾ ഏകാദശസ്കന്ധത്തില് നിറച്ചു. നിങ്ങൾ ഗൗരവത്തോടുകൂടി ഭാഗവതത്തെ കാണും. ഗൗരവത്തോടു കൂടിയിട്ടാണ് ഭാഗവത്തെ കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും. ഏകാദശസ്കന്ധത്തില് അതാണല്ലോ നമ്മുടെ വിഷയം. എന്തൊക്കെ ഉപദേശങ്ങളുണ്ട് എന്ന് നോക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വിഷയം ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇതൊക്കെ കഴിഞ്ഞ് ഏകാദശ സ്കന്ധം 31 അധ്യായം സമർപ്പിക്കുന്നത് ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാരവീര്യാണി ബാലചരിതാനി ചന്തമാനി. 31 അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. അന്യത്ര ചേഹച ശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ഇതാണ് ഇതിന്റെ ഫലശ്രുതി. ഏകാദശ സ്കന്ധത്തിന്റെ ഫലശ്രുതി ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ഇതാണ് ഫലശ്രുതി ഏകാദശ സ്കന്ധം. ഇതൊരു കുറച്ചൊരു ഘനം കൂടും. ഇത് നിങ്ങളെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിന്റെ അതിർത്തികളിൽ നിൽക്കുന്നതല്ല ഭാഗം. ഓരോ അധ്യായം കഴിയുമ്പോഴും നമ്മളതിൻ്റെ സമർപ്പണത്തില് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം, അല്ലെ? പിന്നെ സ്കന്ധത്തിന്റെ പേര് പറയും, അധ്യായത്തിന്റെ പേര് പറയും, ചിലപ്പോൾ വിഷയം പറയും. പക്ഷെ നോക്കണം ഭാഗവതം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം എന്ന് പറയും. പരമഹംസന്മാരുടെ സംഹിതയാണ് ഭാഗവതം. സംഹിത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ പ്രാധാന്യമുണ്ട്. ഇനി പരീക്ഷത്തിന്റെ മുക്തിയിലേക്കൊക്കെ വരുമ്പോൾ ഈ സംഹിത പുരാണ സംഹിതാം ഏതാം എന്ന് പറയും. സംഹിത എന്നുള്ള വാക്കിന് കുറച്ച് ശക്തി കൂടും. മന്ത്രം സാധാരണഗതിയിൽ പറയുമ്പോൾ, നമ്മുടെ രീതിയിൽ പറയുമ്പോൾ സംഹിത എന്നുള്ളത് മന്ത്രം, വേദമന്ത്രം. അതിനെയാണ് സാധാരണ സംഹിത എന്ന് പറയും. കേരളീയ ഭാഷയിൽ ചങ്ങത എന്ന് പറയും. ഇപ്പൊ നമ്പൂതിരിമാരൊക്കെ ചങ്ങത പഠിക്കുക, വേദയോഗ്യതയുള്ള ആൾക്കാരൊക്കെ. സംഹിത മന്ത്രം. ഇത് മന്ത്രാണ്. അറിയോ ഭാഗവതം എന്നുള്ള മന്ത്രം ആണെന്നറിയോ? ഇതിന് ഛന്ദസ്സൊക്കെ പഠിക്കണം, അല്ലെ? ഋഷി ദേവതാ ഛന്ദസ്സുകളൊക്കെ പഠിക്കണം. ഭാഗവതത്തിനുണ്ട് എന്നറിയണം. അതുപോലെ നമ്മൾ ആ വിഷയത്തിലേക്ക് പോകും. നമ്മുടെ സമയം അങ്ങനെ പോകും. ഭാഗവതമാകണ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞ കീലകവും കരന്യാസവും അങ്കന്യാസവും ഒക്കെ ഉണ്ട് ഭാഗവതം. പരമഹംസന്മാരുടെ മന്ത്രാണ് ഭാഗവതം. ശ്രീ ശുകബ്രഹ്മർഷി തുടങ്ങുമ്പോ ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തില് പറയും, ഇത് ആരുടേതാണ്, ആരാണ് ഇതിനെ ഉപാസിക്കുന്നത്? എല്ലാവർക്കും അധികാരമുണ്ട് എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു ചോദ്യം അങ്ങനെ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നു, ഭാഗവതം എല്ലാവർക്കും ഉറക്കെ ജപിക്കാൻ പാടൂ എന്നുള്ള ഒരു വിഷയം വന്നത്. കാരണം ഇതൊരു മന്ത്രാണ് എന്നുള്ളതുകൊണ്ട്. പരമഹംസന്മാരുടെ മന്ത്രം ആണ്. പരമഹംസന്മാര് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഏകാദശത്തിലെ വിഷയമാണ്. വർണ്ണാശ്രമധർമ്മങ്ങള്
അല്ലെങ്കിൽ വിധി നിഷേധങ്ങളായി ആയിരിക്കുന്ന മൂക്ക് ചരട് ഇട്ട ആൾക്കാരാണ് നമ്മൾ. വിധി നിഷേധം വേദപ്രോക്തമായിരിക്കുന്ന അല്ലെങ്കിൽ നിഗമാഗമങ്ങളിൽ കൂടിയിട്ട് പറയണ വിധി നിഷേധം, കർമ്മം അകർമ്മം വികർമ്മം എന്നൊക്കെ പറയും. ഏകാദശസ്കന്ധം തുടങ്ങുമ്പോഴുള്ള ഒരു വിഷയമാണ്. അപ്പൊ വിധി നിഷേധങ്ങളാകുന്ന മൂക്കുകയറ് ഇട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ വേഷം ധരിക്കാൻ പാടുള്ളൂ, അച്ഛനായാൽ, അമ്മയായാൽ, മക്കളായാൽ, മരുമക്കളായാൽ, മുത്തശ്ശിയായാൽ, മുത്തശ്ശനായാൽ, ഉദ്യോഗസ്ഥനായാൽ, കൃഷിക്കാരനായാൽ, വ്യവസായിയായാൽ, എങ്ങനെ വേണം, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയാൽ, സന്യാസിയോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ ആയാൽ, എങ്ങനെ നിങ്ങൾ ചരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിഗമാഗമങ്ങള് പറഞ്ഞു തരും. അപ്പോ ചെയ്യേണ്ടത് വിധി, ചെയ്യാൻ പാടില്ലാത്തത് നിഷേധം. പിന്നീട് ഒരു ഏകാദശസ്കന്ധത്തിൽ തുടക്കം പറയും, ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ എന്നും കൂടി പറയും. പക്ഷെ സാധാരണഗതിയിൽ പറയുമ്പോൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. സത്യം വദ, വിധി. സത്യം പറയണം എന്നുള്ളത് വിധി. നൃത്തം, കളവ് പറയാൻ പാടില്ല എന്നുള്ളത് നിഷേധം. ഇങ്ങനെയുള്ള മൂക്ക് ചരടിട്ട ആൾക്കാരാണ് നമ്മൾ, നല്ല ആൾക്കാർ. പക്ഷെ ഇതിന് അതീതരായുള്ള, നിയമത്തിന് അതീതരായിട്ടുള്ള ആൾക്കാരുണ്ട്. സന്യാസിമാര്, സന്യാസത്തെ ഏറ്റെടുത്ത ആൾക്കാർ. നമ്മൾ ഇന്ന് കാണുന്ന സന്യാസമല്ല. അല്ലെങ്കിൽ ഭാഗവതത്തിലെ സന്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പം കൂടും. ഭേനപന്മാരും മുതുംബരന്മാരും കുടീചകന്മാരും ചരീതകന്മാരും അങ്ങനെ സന്യാസിമാരിൽ പല വിഭാഗങ്ങളുണ്ട്. ചിലർ ആശ്രമം ഉണ്ടാക്കി താമസിക്കും, ട്രസ്റ്റ് നടത്തും, അല്ലേ? ചിലർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തും, ചിലർ വേഷം കെട്ടി നടത്തും, ചിലർ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ചിലർ ആശ്രമം കെട്ടി താമസിക്കും. ഇതൊക്കെ സന്യാസത്തിലെ വിധിപ്രകാരമുള്ള വിവിധ സമ്പ്രദായങ്ങളാണ്. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സന്യാസ പദവിയുണ്ട്. ഹംസൻ കഴിഞ്ഞിട്ട് പരമഹംസൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ നമ്മൾ പറയും. പരമഹംസ പദവിയിലെത്തിയിരിക്കുന്ന ആൾക്കാര്, അവർക്ക് വിധി നിഷേധങ്ങള് ബാധകല്ല. രാമകൃഷ്ണ പരമഹംസര് സ്ത്രീധർമ്മത്തെ ഒരിക്കല് അനുസരിച്ചു എന്നാണ് കേട്ടത്. സ്ത്രീധർമ്മത്തെ അനുസരിച്ച് അദ്ദേഹം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് മാസമുറ ഉണ്ടായി എന്ന് പറയാം. കാരണം നമ്മുടെ രീതിയിലുള്ള നിയമങ്ങളല്ല അവിടെ ബാധകം. ഇത് പരമഹംസ പദവി, ചുരുക്കം മനസ്സിലാക്കാൻ വേണ്ടി പറയും. അവർക്ക് വേദത്തിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. ആ പരമഹംസന്മാർക്ക് കർമ്മല്യ, അവർക്ക് പുണ്യല്യ, പാപല്യ, സ്വർഗല്യ, നരകല്യ, ജനനല്യ, മരണല്യ, മാനല്യ, അപമാനല്യ, അങ്ങനത്തെ ദ്വന്ദ്വഭേദങ്ങള് ഒന്നും സ്പർശിക്കാത്ത ആൾക്കാരാണ് പരമഹംസന്മാര്. അവരുടെ ഏകകർമ്മം ആണ് ഭാഗവതം എന്നുള്ളത്, സംഹിത. പാരമഹംസ്യാം സംഹിതായ, അവരുടെ കർമ്മം ഏകകർമ്മം. എന്തിനാണ് ചെയ്യണത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വൃന്ദാവനത്തിലെ ഗോപികളോട് നിങ്ങൾ എന്തിന് ഭഗവാൻ ഇഷ്ടപ്പെടണു എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. അവർ ഉത്തരം പറയില്ല. ഒരു നാമം ജപിച്ചാൽ ഇത്ര പാപമാണ് തീരുക, ഉത്തരമില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ചിലതിനൊന്നും ഉത്തരമില്ല. അപ്പൊ എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിലൊന്നും ഉത്തരമില്ല. അതും ശ്രീകൃഷ്ണ ലീലകൾ, അവതാര ലീലകൾ ആണ് അവരുടെ കർമ്മം. അപ്പൊ ഇത് ഏകാദശസ്കന്ധമാണല്ലോ വിഷയം. ഏകാദശസ്കന്ധം കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് കിട്ടേണ്ടത് എന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തരും. നിങ്ങൾക്ക് കുടുംബം നന്നാക്കാനോ, കലഹല്യാതെയാക്കാനോ, ഒത്തൊരുമുണ്ടാക്കാനോ ഒക്കെ സാധിക്കും. പക്ഷെ എന്താണ് കിട്ടേണ്ടത് എന്ന് ഭാഗവതം പറയും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ശ്ലോകവും ഏകാദശസ്കന്ധം സമർപ്പണം ചെയ്യുന്ന ശ്ലോകം. ഭക്തിം പരാം പരമഹംസഗതോ ലഭേത. പരമമായുള്ള ഭക്തി,
നിർഗുണ രൂപേണയുള്ള ഭക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ കിട്ടുമോ എന്നുള്ളത് അതിനുള്ള ഒരു ശ്രമമാണ് ആവർത്തിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം ഭാഗവതം വായിക്കുമ്പോഴും ചെയ്യണം. നിങ്ങളുടെ സോഷ്യൽ ലൈഫോ നിങ്ങളുടെ അവസ്ഥാഭേദങ്ങളോ ഒന്നും പ്രസക്തമല്ല. പക്ഷെ പറയണത് നിങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ തന്നെ നിങ്ങൾ നേരെയായിട്ടുണ്ടാവും അതോടുകൂടി. പക്ഷെ അതിനൊക്കെ അതായി കഴിഞ്ഞാലേ ഭാഗവതത്തിനെ മനസ്സിലാവുള്ളൂ. കുടുംബം നന്നായിട്ട് ആയിട്ടില്ലെങ്കിൽ ഭാഗവതത്തിന്റെ മുന്നിൽ വന്നിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നാലും മനസ്സ് വേറെ എവിടെയെങ്കിലും കലുഷിതാവും. കാലുഷ്യമുള്ള അവിടേക്കൊന്നും ഭാഗവത മന്ത്രങ്ങൾ ഇറങ്ങിച്ചെല്ലില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ ദശമം ഏകാദശം. നിങ്ങളുടെ ജീവിതം, ഞാനൊരു ചോദ്യം നേരത്തെ ആചാര്യൻ ചോദിച്ച പോലെ ചോദിച്ചാൽ ശക്തമായുള്ള ഉത്തരം തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതം ശരിയല്ലേ? അല്ലേ? അതാണ് ഉത്തരം വേണ്ടത്. എന്താ കുറച്ചു പേരെ പറഞ്ഞുള്ളൂ. ഞാൻ ചോദിക്കില്ലേ, കാരണം നമുക്ക് അങ്ങനത്തെ സമയം പോക്കാനില്ല. ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ജീവിതം ശരിയായാലേ ഭാഗവത തത്വങ്ങളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ആനന്ദങ്ങളെ, അനുഭവങ്ങളെ, ആ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു, ഇതൊന്നും പ്രസക്തമല്ല. അതൊന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഏകാശസ്കന്ധം ഭക്തിം പരാം പരമഹംസഗതോ, പരമഹംസഗതി. സന്യാസത്തിന്റെ ശാസ്ത്രമാണ് ശരിക്കും ഭാഗവതം. നേരത്തെ പറഞ്ഞ പോലെ പാരമഹംസ്യം സംവിധാനം. നമ്മൾ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ പറയുമ്പോൾ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, നമ്മൾ എവിടെയാ ഒതുങ്ങണത് ജീവിതത്തിൽ? അല്ലെ, 5-ാം ദിവസം രുക്മിണി സ്വയംവരത്തിലേക്ക് വരുമ്പോഴും 90 വയസ്സായിട്ടുള്ള അമ്മ വടിയും കുത്തിപ്പിടിച്ച് പട്ടും സാരിയും ഒക്കെ എടുത്തിട്ട് വരും. പേരക്കുട്ടിയുടെ കുട്ടിയുടെയോ കല്യാണം കഴിയാൻ വേണ്ടി. അതിൽ ഒതുങ്ങി നിൽക്കുന്നു. ആ കുട്ടി വരില്ല കല്യാണം കഴിയാൻ 5-ാമത്തെ ദിവസം. പക്ഷെ അമ്മൂമ്മ വഴിപാട് ഷീട്ടുമായിട്ട് വരും. നമ്മൾ അങ്ങോട്ട് കടക്കണില്ല. ഇത് നേരത്തെ ആചാര്യം പറഞ്ഞു നമ്മുടെ ഹൈന്ദവ സ്ഥിതിയെ കുറിച്ചിട്ടൊക്കെ. അതിലേക്കൊന്നും പരാമർശം കടക്കണം. തപസ് എന്നുള്ളത് അധികാരമുള്ള ആൾക്കാരാണ്. ആനന്ദം എന്നുള്ളത് അധികാരമുള്ള ജീവന്മാരാണ്. ഭാരതത്തിലെ ഓരോരുത്തരും, നിങ്ങൾ ഭാഗവതത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ സച്ചിദാനന്ദത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ബ്രഹ്മവിദ്യയുടെ അവകാശികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതം എന്നുള്ള നിസ്സാരമായിട്ടുള്ള, പങ്കിലമായിട്ടുള്ള നിസ്സാര പ്രശ്നങ്ങളിൽ അടിഞ്ഞുകൂടേണ്ടവരല്ല ഭാരതത്തിൽ വന്ന് ജനിച്ച ആൾക്കാർ. അതിനെ അതിവർത്തിച്ചിട്ട് ആനന്ദത്തിന്റെ അപരിമേയമായിട്ടുള്ള മേഖലകളില് ലോകത്തിന് മുഴുവൻ പ്രകാശഭൂയിഷ്ടമായിട്ട് അനുഗ്രഹം കൊടുത്തുകൊണ്ട് പ്രസാദാത്മകമായിട്ട് സഞ്ചരിക്കേണ്ട ജീവന്മാരാണ്. അതിനുള്ള അധികാരവും അവകാശവും നമുക്ക് ഓരോരുത്തർക്കും. അതിനൊരു തപസ്സുണ്ട് ഭാഗവത്തിലുടങ്ങ. ഈ നോക്കൂ, എവിടെ ഓരോരുത്തരുടെ ഉപദേശങ്ങൾ, സ്തുതികൾ ഒക്കെ നോക്കൂ. മനസ്സിലാവും നിങ്ങൾക്ക്. നേരത്തെ പറഞ്ഞു ശ്രുതഗീത അല്ലെങ്കിൽ ഗജേന്ദ്രമോക്ഷ സ്തുതി ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ശ്രുതഗീതയും ഗജേന്ദ്ര സ്തുതിയും ഒക്കെ. കാരണം അതിനുള്ള അധികാരമുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനൊരു തപസ് വേണം, ഒരു നേരെയാവൽ വേണം. അതിന് ധർമ്മത്തെ അറിയണം, വർണ്ണങ്ങളെ അറിയണം, ആശ്രമങ്ങളെ അറിയണം, വിധി നിഷേധങ്ങളെ അറിയണം. അതിന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആഴം, ഏകാശസ്കന്ധം കൊണ്ട് 24 ഗുരുക്കന്മാരെ കൊണ്ട് മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ മോറൽ ഓഫ് ദി സ്റ്റോറി. കുട്ടികളെ പഠിപ്പിക്കണ പോലെ അധികം സംസാരിക്കരുത് എന്ന് പറയണ കുമാരിയുടെ കങ്കണത്തിൽ നിന്ന്, ഒരു പെൺകുട്ടിയുടെ വളയിൽ നിന്ന് അധികം സംസാരിക്കരുത് എന്ന് ഞാൻ പഠിച്ചു. അതൊരു
എന്താ പറയുക, നമുക്ക് 24 ഗുരുക്കന്മാർ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം അത് കുട്ടികൾ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞിട്ട് അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്, മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ആ ആഴല്ല അവിടെ. യദു അവധൂത സംവാദത്തില് സന്യാസധർമ്മങ്ങളെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ലളിതമായിട്ടുള്ള പാഠങ്ങളിലിരിക്കും. അതൊന്ന് കുറച്ച് തപസ്സോടുകൂടി അടുത്ത പടിയിലേക്ക് വരണം. ഞാനൊന്നും കൂടി ചോദിക്കണോ? ചോദ്യം നേരെയായില്ലേ? ചോദിക്കണ്ട, നിങ്ങളൊക്കെ നേരെ. നിങ്ങളുടെ ശാന്തത, നിങ്ങളുടെ ശ്രദ്ധ വരുമ്പോ തന്നെ നിങ്ങൾ സ്വസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചു പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടെങ്കിലും അധികം പേരൊന്നും നോക്കണില്ല. കുറച്ച് ശ്രദ്ധ നിങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്രഹ്മവിദ്യ അടക്കം അധികാരമുണ്ട്. നിങ്ങൾക്ക് തപസ്സോടുകൂടി ചെല്ലുക. അപ്പോൾ ശ്രുതിഗീതയല്ല, ഭാഗവതത്തിലെല്ലാം മനസ്സിലാവും. ഗജേന്ദ്രസ്തുതിയും ശ്രുതിഗീതയും ഒക്കെ മനസ്സിലാവും. ശുദ്ധി ഉണ്ടെങ്കിൽ ഈ ധർമാചരണത്തിൽ കൂടിയിട്ട് നമ്മളിലേക്ക് ശുദ്ധി എന്നുള്ളത്, തെളിച്ചം എന്നുള്ളത്. നാമം ജപിക്കണം എന്തിനാ? നേരത്തെ പറഞ്ഞ പോലെ ഒരു നാമം പാപം തീരാനൊന്നും ഒരു പ്രയാസവും ഇല്ല. പാപത്തിന്റെയും പുണ്യത്തിന്റെയും ഒന്നും കണക്ക് പ്രസക്തല്ല. പുണ്യം പ്രസക്തല്ല, പാപവും പ്രസക്തല്ല ഭാഗവതം. കാരണം മോക്ഷം എന്നുള്ളത് എന്താണെന്നറിയോ? മോക്ഷം എന്നുള്ളത് ടെക്നിക്കലായിട്ട് പറയുമ്പോൾ മോക്ഷം എന്നുള്ളതിലേക്ക്, മോക്ഷം വേണ്ടേ? മോക്ഷം എന്നുള്ളത് പാപവുമില്ല പുണ്യവുമില്ല, രണ്ടും സീറോ ആണ്. രണ്ടും ഏകാശസ്കന്ധം തുടങ്ങുമ്പോൾ പറയണെന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കും. ഇത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംഗത, 3 പ്രയാസം വരെ ശങ്കര ഭഗവത്പാദര് പറയും. കിട്ടാൻ പ്രയാസമുള്ളത് നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കണം. എങ്ങനെയാ മനുഷ്യനായിട്ട് ജനിക്കുക? വളരെ പ്രയാസമാണെന്നാണ്. ടെക്നിക്കലായിട്ട് പറയുമ്പം ഒരു ത്രാസില് പാപവും പുണ്യം, ഒരു ത്രാസില് പുണ്യം വെക്കുക, മറ്റേ തട്ടില് പാപം വെക്കുക. രണ്ടും ഈക്വലായിട്ട് വരുമ്പോഴാണ്, പുണ്യം ഈക്വൽ ടു പാപം എന്ന് വരുമ്പോഴാണ് മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റുക. അല്ലെങ്കിൽ പാപം കൂടിയ വേറെ വല്ല ജീവികളായിട്ട്, പുണ്യം കൂടിയ മുകളിലത്തെ ഏതെങ്കിലും ലോകങ്ങളിൽ എവിടെയെങ്കിലും. അത് കഴിഞ്ഞ് ഭാരതത്തില് മുമുക്ഷുത്വം, മോക്ഷേച്ഛ കിട്ടിക്കഴിഞ്ഞാൽ മഹാപുരുഷ സംഗത, ഗുരുനാഥന്മാരെ കാണാൻ പറ്റുക. ആ ബ്രഹ്മവിദ്യയെ, അന്വീക്ഷികീയ വിദ്യയെ, പരമപ്രേമ മാധുര്യ സ്വരൂപമായിരിക്കണ ഭക്തിയെ, ഏത് വാക്ക് വേണമെങ്കിലും പ്രയോഗിച്ചു, അതിനെ നമ്മളിലേക്ക് പകർന്നു തരാൻ പറ്റുന്ന ഗുരുനാഥനെ കണ്ടുപിടിക്കാൻ സാധിക്കും. കിട്ടാൻ പ്രയാസമുള്ള 3. മോക്ഷത്തിന് പാപവും പാടില്ല, പുണ്യവും പാടില്ല. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, ഭാഗവത സമർപ്പണത്തിന് പറയും. നമ്മുടെ സങ്കല്പത്തിലേക്ക് വരണത് അത് പ്രയാസമില്ല. ഒരു നാമം നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ജപിച്ചാലേ പിന്നെ ഈ പാപത്തിന്റെ ഒന്നും പ്രസക്തി തന്നെ ഇല്ല. അതിനൊന്നുമല്ല. നാമം ജപിക്കണത് എന്തിനാന്ന് വെച്ചാൽ അനുഭവമായിട്ട് സച്ചിദാനന്ദം ശ്രീകൃഷ്ണ ലീലകള് നമ്മളിലേക്ക് ഇങ്ങനെ സ്ഫുരിച്ച് നമ്മളതില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോപിമാരുടെയോ ഗോപന്മാരുടെയോ കൂട്ടത്തില് ഒരു കഥാപാത്രമായിട്ട് വൃന്ദാവനത്തിലോ ദ്വാരകയിലോ മധുരയിലോ ഒരു കഥാപാത്രമായിട്ട് അതിലേക്ക് ഭഗവാനോടുകൂടി കൂടിച്ചേർന്നുള്ള ഒരു അനുഭവം ഏതായാലും ധ്യാനത്തിലും കിട്ടുന്ന ഒക്കെ തന്നെ. ആ അനുഭവം അതിന് അധികാരമുണ്ട്. നമോസ്തുതേ, ഉദ്ധവൻ നോക്കൂ, എല്ലാ ഉപദേശങ്ങളും കഴിഞ്ഞിട്ടും അവസാനം പ്രാർത്ഥിക്കുന്നത് എല്ലാം കിട്ടി. ഗീതയിലെ എല്ലാം ഉപദേശിച്ചു കഴിഞ്ഞ അർജുനോട് പറയും യഥേച്ഛസി തഥാ ഗുരു എന്ന് പറയും. നല്ലോണം ആലോചിച്ച് തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യൂ അർജുന എന്ന് പറയും. അല്ലാതെ ഇന്നത് കേമം, ഇന്നതെടുത്തോളൂ എന്ന് അവസാനത്തിൽ പറയില്ല. ഭാഗവതത്തില് ഉദ്ധവൻ, അവിടെ ഭഗവാനാണ് ഇത് അർജുനോട് പറഞ്ഞെങ്കിൽ ഭാഗവതത്തിൽ ഉദ്ധവൻ എല്ലാ ഉപദേശവും കഴിഞ്ഞതിന് ശേഷം ഭഗവാനോട് പറയും നമോസ്തുതേ മഹായോഗിൻ. പദങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ.
നേരത്തെ പറഞ്ഞ പോലെ ഉപനിഷത്ത് മന്ത്രങ്ങളും അല്ലെങ്കിൽ സഖ എന്നുള്ള അവസ്ഥയൊക്കെ അന്വേഷിക്കണ പോലെ യോഗേശ്വരൻ, യോഗേശ്വരേശ്വരൻ ഒക്കെ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. പല പ്രകരണങ്ങളും അധ്യായങ്ങള് ഇതൊക്കെ രഹസ്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയണം. ആ പ്രകരണത്തെ, ആ കഥയെ എങ്ങനെ സമീപിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ആദ്യത്തെയും ഒടുവിലത്തെയും ശ്ലോകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തുടക്ക ശ്ലോകങ്ങളും ഒടുക്കത്തെ ശ്ലോകങ്ങളും കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ പ്രകരണത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരും പലപ്പോഴും. കരിഹിചിത് അധ്യായം ദശമസ്കന്ധത്തിലെ ഉത്തരാർദ്ധത്തിലെ കരിഹിചിത് അധ്യായം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമുണ്ട്. അറിയില്ലേ? കരിഹി അധ്യായം. രുക്മിണി പ്രണയ കലഹം. രുക്മിണിയോട് ഭഗവാൻ പിണങ്ങണു. രുക്മിണിയുടെ ചില ഭഗവാന്റെ വാക്കുകള്, രുക്മിണിയുടെ ചില വാക്കുകള് എന്നുള്ള രീതിയിലാണ് അധ്യായം വരിക. അപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഇണങ്ങി, പിണക്കം, സൗന്ദര്യ പിണക്കം, പിണങ്ങി എന്നുള്ള രീതിയില് നമ്മൾ എടുക്കുമ്പോൾ അതൊരു ഉപരിപ്ലവമായിട്ടുള്ള ആ രീതിയിൽ എടുക്കുക, കഥ ആസ്വദിച്ച് പറയാം. അത് പക്ഷേ ഒരു ആനന്ദ സമുദ്രത്തിന്റെ, ദേവേന്ദ്രനൊക്കെ വൃത്രാസുരനോട് പറയുന്നുണ്ടെങ്കിൽ ആനന്ദ സമുദ്രത്തിന്റെ അടുത്തേക്ക് പോവാൻ പറ്റാതെ തീരത്ത് അകലെ നിന്ന് മണ്ണ് കുഴിച്ചിട്ട് അതിലൂറി വരുന്ന വെള്ളത്തെ ഏറ്റെടുക്കണു ഞങ്ങൾ എന്ന് ദേവേന്ദ്രൻ വൃത്രാസുരനോട് പറയും. വൃത്രാസുര, അങ്ങ് പ്രേമാനന്ദ സമുദ്രത്തിൽ മുങ്ങാങ്കുളിയിട്ട് നടക്കണു, ഞാനാണെങ്കിൽ വളരെ ദൂരെ തീരത്ത് കൊച്ചു കുഴിയുണ്ടാക്കി ഈ അനന്ത സമുദ്രത്തെ കണ്ട് പരിഭ്രമിച്ച് യോഗ്യതയില്ലാതെ തീരത്ത് അകലെ പോയി കുഴിയുണ്ടാക്കി അതിൽ ഊറി വരുന്ന വെള്ളത്തെ എടുക്കാൻ മാത്രം തുനിയുന്നു. അകലെ പോയിട്ട് വെള്ളത്തെ മാത്രം ഊറിയെടുക്കണ പോലെ ആവരുത്. കരി അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കരിഹിചിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും എന്ന് പറഞ്ഞ വാക്കോട് കൂടിയിട്ടാണ് കരിഹി അധ്യായം ആരംഭിക്കുക. ഭഗവാനെ ബ്രഹ്മസ്വരൂപമായിട്ട് സ്വതൽപസ്ഥം ജഗദ്ഗുരും യസ്വേതൽ ലീലയാവിശ്യം സൃജത്യത്യവതീശ്വര സഹിജാത സ്വസേതുൻ, അങ്ങനെയൊക്കെയാണ് തുടങ്ങുക കരിഹി അധ്യായം. ബ്രഹ്മസ്വരൂപനായുള്ള, ആനന്ദസ്വരൂപനായിട്ടുള്ള, ജഗദ്ഗുരുവായിട്ടുള്ള ബ്രഹ്മത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങും കരിഹി അധ്യായം. എന്നിട്ടിങ്ങനെ വന്ന് രുക്മിണിയോട് കുറച്ച് പറയും. രുക്മിണി അതിന് മറുപടി പറയും. യോജിപ്പും യോജിപ്പില്ലാത്തതൊക്കെ പറഞ്ഞ് സമർപ്പിച്ചിട്ട് ആ അധ്യായം സമർപ്പിക്കുമ്പം ലോകഗുരും ഹരിം എന്ന് പറയും. അപ്പൊ തുടക്കത്തിൽ ജഗദ്ഗുരു, ഒടുവിൽ ലോകഗുരു എന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം, അതൊരു ഉപനിഷത്ത് പ്രകരണമാണ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലും അതിനെ മനസ്സിലാക്കുന്നത്. ഇതേപോലെ ഏകാശസ്കന്ധത്തിലെ നമ്മൾ അത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഏകാശസ്കന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നാളെ സമയം കിട്ടുമെങ്കിൽ ആചാര്യൻ ചിലപ്പോൾ പരാമർശിക്കുകയും. ഏകാശസ്കന്ധത്തിന്റെ ഉപദേശങ്ങളുടെ സാരം എല്ലാം ഉപദേശിച്ചു കഴിഞ്ഞു ഉദ്ധവൻ പറയണു, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം, എന്റെ ശീതം തമോഭീഹി പ്രഭവന്ത്യജാദ്യ, എന്റെ അജ്ഞാനങ്ങള്, അന്ധകാരങ്ങള്, തമസ്സുകള്, ഇരുട്ടുകള്, തണുപ്പുകള്, ആലസ്യങ്ങള്. കാരണം പ്രത്യർപ്പിതോമേ ഭവതാനുകമ്പിന ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ, 1000 കോടി സൂര്യ തേജസ്സുള്ള ഒരു ദീപം, ഏകാശസ്കന്ധത്തിലെ ഉപദേശങ്ങളാകുന്ന ദീപം എന്നിലേക്ക് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. ഇനി ഞാൻ എന്താ ആഗ്രഹിക്കണത് എന്ന് വെച്ചാൽ, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാദ് അനപായിനി. എനിക്കെന്താ വേണ്ടത്? ഇനി എല്ലാ ഉപദേശങ്ങളും കിട്ടി, എല്ലാ യോഗ്യതകളും കിട്ടി. എനിക്ക് വേണ്ടത്
ശ്രീകൃഷ്ണ സച്ചിദാനന്ദ പാദാരവിന്ദങ്ങളിൽ അനപായിനിയായിട്ടുള്ള രതി. രതി എന്നുള്ള വാക്കൊക്കെ നമുക്ക് എന്തോ ഒരു അടുപ്പലിയാത്ത വാക്കാണ് എന്ന് പറയാം. രതി എന്നുള്ളതിന്റെ ശക്തി ഭാഗവതത്തില് രാസലയിലേക്ക് രന്തും എന്നുള്ള പദമുണ്ട്. അതിന്റെ ശക്തി ആ ഭഗവാനിലേക്ക് അകാരണമായിട്ട് ഉണ്ടാവുന്ന അടുപ്പം, ആവേശത്തോടു കൂടിയുള്ള അടുപ്പം, അത് അനപായിനിയായിട്ട് ഒട്ടും കുറവില്ലാതെ കൂടുതൽ ശക്തമായിട്ട് ഒഴുകണ ഒരു പ്രവാഹം, പ്രേമപ്രവാഹം. എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടത് വേറൊന്നും വേണ്ട. രതിസ്യാദനപായിനി. ഇതിനൊരു ഗൗരവമുണ്ട്. ഇതാണ് ഭാഗവതം. ഏകാശസ്കന്ധത്തിന്റെ സാരം എന്നുള്ളത് ഈ രണ്ട് ഭാഗത്താണ് ഇരിക്കുന്നത്. അതിലേക്ക് എങ്ങനെയൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതാണ് ബാക്കിയുള്ള ഭാഗങ്ങളെ കൊണ്ടൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് പതുക്കെ പതുക്കെ അങ്ങനെ ഉപദേശങ്ങളായിട്ട് നിമിജായന്തേ സംവാദം, പിന്നീട് ഭഗവതുദ്ധവ സംവാദം തുടങ്ങുമ്പോൾ യദു അവധൂത സംവാദം, 24 ഗുരുക്കന്മാര്, ഭക്തി പ്രസ്താവം, പൂർവമീമാംസയുടെ നിരാകരണം. പൂർവമീമാംസ എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? നമുക്ക് ദർശനങ്ങളുണ്ട്, ആധ്യാത്മിക വിദ്യകള്. പൂർവമീമാംസ, ന്യായം, സാഖ്യം, യോഗം, വൈശേഷികം. ഉത്തരമീമാംസ, ഉത്തരമീമാംസയിൽ തന്നെ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം. പിന്നെ ആഗമങ്ങളിൽ കൂടെ വരുമ്പം പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങള്, അല്ലെ? ശാക്തേയം, ശൈവം, വൈഷ്ണവം, സൗരം, ഗാണപത്യം. അതിൽ പൂർവമീമാംസയെ എങ്ങനത്തെ പൂർവമീമാംസ അധികം അതിലേക്ക് പോവില്ല, കാരണം അതൊക്കെ ഒരു ടെക്നിക്കൽ നോളജാണ്. അതൊന്നും നിങ്ങൾ നെറ്റിൽ പോയാൽ, ഓൺലൈനിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ്. അതിനെ നിരാകരിക്കും ഭാഗവതം. ഈ പൂർവമീമാംസ എന്നുള്ളത് കുറച്ചിങ്ങനെ താണു വന്നു എന്നാണ്, പ്രവൃത്തിപഥമായിട്ട് മാത്രം. യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിലേക്ക് എത്തേണ്ട പദ്ധതിയാണ്. അത് കുറച്ച് നിസ്സാരതയിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനെ നിരാകരിക്കും. തുടങ്ങുമ്പോൾ ഏകാശസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാന്റെ ഉപദേശം നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മൽപരസ്ത്യജേൽ പറഞ്ഞിട്ടാണ്. നിവൃത്തി കർമ്മം, നിവൃത്തി കർമ്മത്തെ സച്ചിദാനന്ദം. പ്രവൃത്തി പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ്. അതൊക്കെ നേരെയാവാൻ വേണ്ടി, കുട്ടികൾക്ക് ജോലി കിട്ടാൻ വേണ്ടി, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി, കല്യാണം കഴിയാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി, ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, ലോട്ടറി അടിക്കാൻ വേണ്ടി നമ്മൾ വഴിപാട് ഷീറ്റ് എടുത്തിട്ട് പോകുന്ന എന്തിനൊക്കെയാ ചിലതൊക്കെ. അവിടുന്ന് ഇങ്ങോട്ട് പോകണം. നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മവിദ്യ എന്നുള്ള നിവൃത്തി കർമ്മത്തിന്റെ അധികാരം. അപ്പൊ അതിന്റെ പ്രസ്താവങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉയരേണ്ടത്? തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം, തമോ ഗുണത്തെ എങ്ങനെ ഇല്ലാതെയാക്കണം? രജോ ഗുണം കൊണ്ട് ഇല്ലാതെയാക്കണം. ഇതൊന്നും ഞാൻ കൂടുതൽ പറയില്ല, കാരണം പറഞ്ഞാൽ നമ്മുടെ ഒന്നിങ്ങനെ പരാമർശിച്ചു പോണ്ട വിഷയങ്ങളെല്ലാം. രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട്, സത്വഗുണാവണം, സത്വഗുണത്തും ഇല്ലാതാവണം, നിർഗുണത്തിലേക്ക് എത്തണം. അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ അവസ്ഥ, ആനന്ദത്തെ, മോക്ഷത്തെ അതിവർത്തിക്കുന്ന അവസ്ഥ. സത്വഗുണത്തെ ഇല്ലാതാക്കണം. സത്വഗുണത്തെ എങ്ങനെ ഇല്ലാതെയാക്കുക? സത്വഗുണത്തെ സത്വഗുണം കൊണ്ട് ഇല്ലാതാക്കണം. കാട്ടുതീ പോലെ എന്നാണ് പറയാ. കാട്ടുതീ ഈ ഉണങ്ങിയ വൃക്ഷങ്ങളോ മുളകളോ തമ്മില് ഉരസി കാട്ടുതീ ഉണ്ടാവും. കാട്ടുതീ അതെന്താ ചെയ്യുക? അവിടെയുള്ള വൃക്ഷങ്ങളെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളതിനെയൊക്കെ നശിപ്പിക്കും. ഈ തീ ഉണ്ടായ അതിനെയും സ്വയം നശിപ്പിക്കും. സത്വഗുണത്തെ സത്വഗുണം കൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ, അല്ലെ, ഇങ്ങനെയൊക്കെ പറയണു ഭഗവാനെ. പക്ഷേ
ഇതൊക്കെ ആവാൻ പറ്റുമോ? കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഓരോരുത്തരുടെ മനസ്സും നോക്കിക്കഴിഞ്ഞാല് ഓരോ ആൾക്കാർ എല്ലാവരും നരസിംഹപാദത്തിലാണോ ഇരിക്കുന്നത്, ശ്രീകൃഷ്ണപാദത്തിലാണോ ഇരിക്കുന്നത്? പലരും പല സ്ഥലങ്ങളിലേക്ക് പോയിണ്ടാവും, മനസ്സ് പല സ്ഥലങ്ങളിൽ പോയിണ്ടാവും. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം, അവിടെ പോയിട്ട് വേണം അത് ചെയ്യാൻ, ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചു തുടങ്ങി. നാളേക്കുള്ള കാര്യങ്ങൾ, ഇന്നലത്തെ കാര്യങ്ങൾ, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയും. അസത്യമായിട്ടുള്ള പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഒക്കെ ഓർമ്മയിലെ കുറച്ചിങ്ങനെ വികൃതികളാണ്. ഭാവിയും ഭൂതവും ഒക്കെ ഓർമ്മയിലെ കുറച്ച് വികൃതികളാണ്. പ്രസന്റ്, അതാണ് സത്യം എന്നാണ് പറയുന്നത്. ദി പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു കട്ടിയുള്ള ഒരു പുസ്തകമൊക്കെ ഉണ്ട്. പവർ ഓഫ് നൗ എന്ന്, ഏതോ ഒരു വെസ്റ്റേണർ എഴുതിയാണ്. ഭാരതീയ ദർശനത്തിന്റെ ഒരു കണികെടുത്തിട്ട് വലിയ പുസ്തകം എഴുതിയിട്ട് ബെസ്റ്റ് സെല്ലർ ആക്കിയിട്ട് ഭാരതത്തിൽ കൊണ്ടുവന്ന് തന്നെ വിറ്റുകൾ. കാരണം നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ പല ദിക്കിലേക്ക് പോവുമായിരിക്കും. അപ്പൊ ഇതാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത്, എന്നിലേക്ക് ഒന്നുകിൽ ഞാൻ വിഷയങ്ങളിലേക്ക് പോകുന്നു, ഞാൻ കഴിക്കണു, ഞാൻ കാണുന്നു, അല്ലെ? നമ്മള് ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വിഷയങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇനി ഒന്നും വേണ്ട, ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ണു അടച്ചിരിക്കാം വിചാരിച്ച കണ്ണങ്ങോട്ട് അടച്ചാലോ? വിഷയങ്ങള് ഇങ്ങോട്ട് വരും, അല്ലെ? കണ്ണടച്ചിരുന്നാൽ അപ്പോഴും കഴിക്കലും കാണലും ചെയ്യലും സംസാരിക്കലും തൊടലും ഒക്കെ ഇങ്ങോട്ട് വരും. കഥം അന്യോന്യ സന്ധ്യാകേ, എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം നൽകാനായിട്ട് ഹംസമായിട്ട് അവതരിച്ചു എന്ന് പറയും. ഹംസമായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇവിടെയല്ല. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നത് ഇതേ ചോദ്യം സനകാദികള് ബ്രഹ്മസദസ്സിൽ വന്ന് ചോദിച്ചു എന്ന്. ആ ബ്രഹ്മസദസ്സിൽ വന്ന് ചോദിച്ചപ്പോ ബ്രഹ്മദേവന് ഇതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. അപ്പൊ ഭഗവാന്, ബ്രഹ്മദേവൻ എന്താ, പ്രശ്നം ഉണ്ടായാൽ ആരെ ധ്യാനിക്കും? സൊല്യൂഷൻ, അവനവന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഉടൻ തന്നെ ഭഗവാനെ ധ്യാനിക്കും. ഭഗവാൻ അവിടെ ഹംസം, അതൊരു അവതാരമാണ്. ഭാഗവതത്തിലെ അവതാരത്തിലെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറയുന്ന ഒരു സ്ഥലം വായിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഒരു നിവേദ്യമൊക്കെ ഉണ്ട്, പാലിന്റെ ഒരു നിവേദ്യം. പാല് നിവേദ്യമായിട്ട് ഹംസാവതാര സമയത്ത് പാല് നിവേദിക്കുക വിധി. എന്തായി പാല് വരുന്നത്? നമ്മുടെ പാലായതുകൊണ്ട് പാല് നിവേദിക്കാന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പാലില് വെള്ളവും കെമിക്കലും ഒക്കെ ഉണ്ടാവും. ഹംസം എന്നുള്ളത് നമ്മുടെ അരയന്നം എന്നുള്ള രീതിയിൽ കാണരുത്. അതൊരു എന്താ, മിത്തോളജിയിൽ വരുന്ന ഒരു സിമ്പിളാണ്. നമ്മുടെ ദർശനത്തിൽ വരുന്ന ഹംസം എന്ന് പറഞ്ഞാൽ, ദർശനങ്ങളിൽ വരുന്ന ഹംസത്തിന് ഈ പാലും വെള്ളവും ബാക്കിയുള്ള കെമിക്കലും ഒക്കെ വെച്ചാലും ഏത് മാത്രം എടുക്കും? വെള്ളത്തെ മാത്രം എടുക്കും, പാലിനെ മാത്രം എടുക്കും. എനിക്ക് തെറ്റിയതാ, ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പാലിനെ മാത്രം എടുക്കാനുള്ള കഴിവ്. ഇതാണ് ഹംസസ്വഭാവം, നേരത്തെ പറഞ്ഞ പരമഹംസ സ്വഭാവം. അപ്പൊ ഈ ഹംസമായിട്ട് വന്ന് അവതരിക്കുമ്പോൾ സനകാദികൾ ചോദിക്കും, ആരാണ് നീ എന്ന് ചോദിക്കും. അന്നാളോട് ചോദിക്കും, ആരാണ് നീ, ഹു ആർ യു, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കല്ലേ, ആരാണ് നീ. രമണ മഹർഷി, നേരത്തെ ആചാര്യൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു രമണ മഹർഷിയുടെ അടുത്തേക്കൊക്കെ പോയത്. രമണ മഹർഷിയുടെ അടുത്തേക്ക് നമ്മൾ പോയിട്ട്, ഇന്നത്തെ കാലത്താച്ച പ്രത്യേകിച്ചും, അദ്ദേഹം അധികം ഒന്നും സംസാരിക്കില്ല. തിരുവണ്ണാമലയില് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അധികം ഒന്നും സംസാരിക്കാറില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങൾ ചെറിയ ചെറിയ വാക്കുകളിൽ കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഉപദേശമൊക്കെ ഉണ്ടാവുക. നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ പോയിട്ട് നമ്മുടെ രമണ മഹർഷിയോട് നമ്മളെന്താ ചോദിക്കുക? വഴിപാട് ഷീട്ടും കൊണ്ടുപോയിട്ട് അത് വേണം, ഇത് വേണം, ഈ സങ്കടം ഉണ്ട്, അത് കിട്ടണം, ഇത് കിട്ടണം, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം, അല്ലേ? നമുക്ക് ഈ എവിടെങ്കിലും ക്ഷേത്ര സങ്കേതങ്ങളോ ഗുരുനാഥന്മാരിലേക്കോ പോകുമ്പോഴും നമുക്കെന്താ, ജീവിതത്തിന്റെ പല ആവശ്യങ്ങളും നിവാരണങ്ങളും ഒക്കെയാണ്. ഭാഗവതം മനസ്സിലാവണമെന്ന് പറഞ്ഞ രശീതി എടുത്തിട്ടുണ്ടാവും എല്ലാവരും. ബ്രഹ്മവിദ്യ കിട്ടണം എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ബ്രഹ്മവിദ്യ, ഇതൊക്കെ അതിൻ്റെ ഒരു. അപ്പൊ രമണ മഹർഷിയുടെ അടുത്തേക്ക് നമ്മൾ എന്നാ ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയും, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറയും, അല്ലെങ്കിൽ അതില്ലാതെ വേണം ഇതില്ലാതെ വേണം എന്ന് പറയും. അദ്ദേഹം
ചിലപ്പോ ചോദിക്കും നാൻ യാർ. നാൻ യാർ തമിഴ്നാട്ടിലായ കാരണം നാൻ യാർ. മലയാളത്തിൽ വരുമ്പം ഞാനാരാ. ഞാനാരാ ഉത്തരമായിട്ട് വരുന്നതാണ് ഒരു ചോദ്യം. ഞാനാരാ. അപ്പൊ അങ്ങ് രമണ മഹർഷിയല്ലേ, അങ്ങ് തിരുവണ്ണാമലയിലല്ലേ, അങ്ങ് സന്യാസിയല്ലേ, അതല്ലേ ഇതല്ലേ എന്നല്ല അതിന്റെ നമ്മൾ തിരിച്ചു പറയേണ്ടത്. ഇതാണ് ഉപദേശം. ഞാനാര് എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. നിങ്ങളുടെ വഴിപാട് ഷീട്ടൊക്കെ ഇല്ലാതെ പോവും. അമ്പലക്കാര് സമ്മതിക്കില്ല. ഞാൻ ആരാ എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആയി. സുഷുപ്തി പര്യന്തമുള്ള തുരീയത്തിലേക്ക് എത്താം. അപ്പൊ ഇതാണ് ഹംസത്തെ കണ്ടപ്പോ ചോദിച്ചത്. സനകാദികൾ ചോദിച്ചു ആരാണ് നീ. ഭഗവാൻ ഇങ്ങനെ നോക്കി, സനകാദികളുടെ നേരെ നോക്കി. നിങ്ങൾ എന്ത് വിഡ്ഢിത്താ ചോദിക്കണത് ചോദിച്ചു. കാരണം എന്താ? പുറമെ കാണുന്നതാണ് യഥാർത്ഥമെങ്കിൽ നിങ്ങളുടെ ശരീരം നിർമ്മിച്ചതും എൻ്റെ ശരീരം നിർമ്മിച്ചതും ഒരേ 24 തത്വങ്ങളെ കൊണ്ടാണ്. 24 തത്വങ്ങളൊക്കെ അറിയില്ലേ? ചിലവർ ഇങ്ങനെ തലയാട്ടുണ്ട്. ഒക്കെ ഭാഗവതം കേട്ടാ പിന്നെ ഇങ്ങനത്തെ നോളജ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു സത്രത്തിൽ പ്രത്യേകിച്ച്. സത്രം എന്തിനാന്ന് വെച്ചാല് നമ്മളൊക്കെ പലപ്പോഴും പറയും, സത്രം എന്നുള്ളത് വിചാരമാണ്. നിങ്ങൾ സാധാരണ സപ്താഹങ്ങൾക്കൊക്കെ പോയി ധാരാളം പോയി പക്വമായിട്ട് വരുമ്പോൾ സത്രമാകും. സത്രം എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത യജ്ഞം തന്നെ ഒരു ദീക്ഷയാണ്, ഒരു വൈദികമായിട്ടുള്ള. നമ്മൾ പറയും ഇവിടെ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള വക്താവ്, ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ശ്രോതാവ്, ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഗ്രന്ഥം. വേറെ വിഗ്രഹങ്ങളൊന്നും വേണ്ട ഭാഗവതത്തിന്. അപ്പൊ അതൊരു വൈദികമായിട്ടുള്ള ഗുരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ രണ്ട് ബ്രഹ്മത്തെ ഏറ്റെടുക്കുന്ന കാഴ്ച. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഹംസം സനകാദികളോട് ചോദിച്ചു, നിങ്ങൾ നിർമ്മിക്കപ്പെട്ടതും 24 തത്വങ്ങളെ കൊണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടു പഠിച്ചതായിരിക്കും 24 തത്വങ്ങള്. എന്നെ നിർമ്മിച്ചതല്ലേ ആകാശവും ഭൂമിയും അഗ്നിയും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും, ഇങ്ങനെ 24 തത്വങ്ങൾ. അല്ലെങ്കിൽ നാരായണീയം വായിക്കുന്നവരാണെച്ചാൽ പ്രകൃതി മഹതങ്കാര മാത്രാശ്ച അഭിഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ പറയും കപിലോപദേശത്തിൽ. അപ്പോ നിങ്ങളെ നിർമ്മിക്കപ്പെട്ടതും എന്നെ നിർമ്മിക്കപ്പെട്ടതും ഇതേ 24 വസ്തുക്കളെ കൊണ്ടാണ്. അപ്പൊ അവിടെ വ്യത്യാസം ഉണ്ടോ ഞാനും നിങ്ങളും തമ്മില്? ഇല്ല. ഇനി ജീവൻ അല്ലെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് ജീവൻ അല്ലെങ്കിൽ രണ്ട് ആത്മാവ് ഒന്നുമില്ല. വേദാന്തത്തിൽ പോകുമ്പം അടുത്തിരിക്കുന്ന ആൾക്കൊരു ജീവൻ, എനിക്കൊരു ജീവൻ, വേറെ ആൾക്ക് വേറൊരു ജീവൻ, ഇങ്ങനത്തെ വസ്തു ഒന്നും വേദാന്തത്തിലില്ല. ചതുശ്ലോകി ഭാഗവതത്തിലൊക്കെ നോക്കിയാൽ അങ്ങനെ കാണാം. നമ്മൾ വിചാരിക്കണം നമുക്കൊരു ജീവൻ ഉണ്ടെന്ന്, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ആവർത്തിയില് ഒരു ആവരണത്തിന്റെ ഉള്ളിൽ ഒരു ജീവൻ, അടുത്തിരിക്കുന്ന ആളുടെ ശരീരത്തിന്റെ ഷേപ്പിന്റെ ഉള്ളില് വേറൊരു ജീവൻ, തെങ്ങിന് വേറൊരു ജീവൻ, ചെടിക്ക് വേറൊരു ജീവൻ ഒക്കെ വിചാരിക്കണം. ഇതൊക്കെ വേദാന്തം വന്നു കഴിഞ്ഞാൽ ശുദ്ധ വിഡ്ഢിത. കാരണം ആത്മാവ് എന്നുള്ളത് ആവരണഭേദമില്ലാതെ ഒന്നായിട്ട് സകലത്തിലും. ഏകദേശം ഒരു ഉദാഹരണം ആകാശം പോലെ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി, ആകാശത്തിന്റെ അപ്പുറമാണ് ഇത്, പക്ഷെ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാ ആകാശം പോലെ ആവരണഭേദമില്ലാതെ ഒന്ന് എന്നുള്ള രീതിയിൽ നിറഞ്ഞിരിക്കും. അല്ലാതെ രണ്ട് ജീവൻ, രണ്ട് ആത്മാവ് അങ്ങനെയൊന്നും. ബ്രഹ്മം എന്നുള്ളത് ഒന്നേ. പിന്നെ എന്താ ഇങ്ങനെ തോന്നുന്നത്? അതിനാണ് ഘടാകാശം മഹാകാശം ഒക്കെ നാളെ ബ്രഹ്മോപദേശം പറയുമ്പോൾ പറയും. ഘടാകാശം, ഒരു കുടത്തിലെ ആകാശവും മറ്റാകാശവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ കുടത്തിന്റെ ഉള്ളിൽ അതിന്റെ ആകൃതിക്കനുസരിച്ച് ആകാശം ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരു പ്രത്യേക ആകാശമുണ്ട്. കുടം പൊട്ടിയാൽ കുടത്തിന്റെ ഉള്ളിൽ ആകാശം എവിടെ പോയി ചോദിച്ചാൽ അറിയില്ല.
കാരണം അത് മുമ്പുള്ളത് പോലെ തന്നെയാണ്, നമ്മൾ വിചാരിക്കണു അതിൻ്റെ ഷേപ്പിലിരിക്കുന്നു. അപ്പോൾ പുറമേയുള്ള ശരീരത്തെ സംബന്ധിച്ച് ചോദിക്കുക വെച്ചാൽ ഒന്നാണ്, നമ്മൾ ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കുക വെച്ചാലും നമ്മൾ ഒന്നാണ്. വ്യത്യാസമില്ല. നമ്മൾ മാത്രമല്ല, പ്രപഞ്ചമായിട്ട് വ്യത്യാസമുണ്ടോ? എല്ലാ വസ്തുക്കളും ഇതേപോലെയാണ്. അപ്പൊ വിഷയങ്ങൾ എന്നുള്ളത് ബ്രഹ്മാൻ തന്നെയാണ്, ബ്രഹ്മത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ വിഷയങ്ങളും ശ്ലോകി ഭാഗം നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് തോന്നുന്നത് പ്രവേശിച്ചവനെ പോലെ എന്നാണ് പറയാ. ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ, പോലെ എന്നുള്ള വാക്കാണ്, അല്ലാതെ പ്രവേശിച്ചു ജീവനായിട്ട് എന്ന് പറയില്ല. ജീവനായിട്ട് പ്രവേശിച്ചതുപോലെ തോന്നുന്നു വേദാന്തം. കാരണം എന്താ വെച്ചാൽ മുമ്പ് തന്നെ അവിടെ ഉണ്ട്, നമുക്ക് തോന്നുന്നു പ്രവേശിച്ചതുപോലെ. അപ്പോൾ ഇതുപോലെ വിഷയങ്ങളെ സ്വീകരിച്ചാൽ, ശരീരത്തെയും വിഷയങ്ങളെയും നാനാത്വ ബുദ്ധിയില്ലാതെ ഒരേപോലെ സ്വീകരിച്ചാൽ, വിഷയങ്ങൾ ഉള്ളിലേക്ക് വരുന്നു, വിഷയങ്ങൾ പുറത്തേക്ക് പോകണു, ഒന്നും ഇല്ലാതെയാവും എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഹംസസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത്. നമ്മൾ ആ പ്രകരണം അവസാനിക്കുന്നു. പിന്നീട് എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പം, ശ്രേഷ്ഠം ഏതാണ് എന്ന് ചോദിക്കേണ്ട ചോദ്യത്തിന് ഭഗവാൻ പറയണു, ഇതൊക്കെ പറയുന്നത് വേദവിഷയാണ്. വേദം എന്നുള്ളത് ബ്രഹ്മത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത് വേദം. പക്ഷെ വേദത്തിന് പല അധികാരികളും ഉണ്ടായി. അവരവരുടെ ബുദ്ധിശക്തിക്കനുസരിച്ച് വേദത്തെ ഓരോരുത്തർ വ്യാഖ്യാനിച്ചു. അല്ലെ, ഭാഗവതത്തെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭാഗവതത്തെ നല്ല വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. അദ്വൈത രീതിയിലും ദ്വൈത രീതിയിലും വിശിഷ്ടാദ്വൈത രീതിയിലും ഒക്കെ ഭാഗവത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോ ഇവിടെ ഒരാൾ ഇരുന്ന് പറയണു, ആ പറയുമ്പോൾ അയാളുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ചാണ്, ഞാൻ എങ്ങനെ മനസ്സിലാക്കി ഭാഗവതത്തെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് സമ്മതാവില്ല. പലതും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതാവില്ല. കാരണം നമ്മുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ച് ഒക്കെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ പ്രകാശം. അപ്പൊ ഇതുപോലെ വേദത്തെ പല രീതിയിൽ ഏറ്റെടുത്തു പലരും, അവരവരുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ചു. വലിയ വലിയ ഗുരുനാഥന്മാരായി അതിൽ ചിലവര്, അവരവരുടെ ശിഷ്യന്മാർക്ക് ഇതേത് പറഞ്ഞു കൊടുത്തു. ശിഷ്യന്മാർ ഗുരുനാഥൻ പറഞ്ഞത് അവരുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ച് എടുത്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? പാരമ്പര്യേണ കേശാഞ്ചൽ പാഷണ്ഡമതയോ. ഇതൊക്കെ വളഞ്ഞു പൊളഞ്ഞെന്തോ ആയി പോയി അല്ലെ. ഇപ്പൊ നമ്മള് വ്രതങ്ങൾ എടുക്കണു, ഇതിനൊക്കെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാം. വ്രതങ്ങൾ എടുക്കണു, ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണു, വിഷ്ണുവിന് 4 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണു, അല്ലെ, ശിവന് മുഴുവൻ പ്രദക്ഷിണം വെക്കണില്ല, ഏകാദശിക്ക് ഗോതമ്പ് മാത്രം കഴിക്കണു, അരി കഴിക്കണില്ല. നോക്കൂ, എന്തൊക്കെ നമ്മൾ ചെയ്യണതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അനുഷ്ഠാനങ്ങൾ വേണം. അനുഷ്ഠാനങ്ങൾ അർപ്പണബോധത്തോടുകൂടി ശരിയായുള്ള അറിവോടുകൂടിയായിരുന്നാൽ കുറച്ചുകൂടി ശ്രേഷ്ഠമായി എന്നർത്ഥം. അപ്പൊ ഈ വിവേകാനന്ദ സ്വാമികൾ പറയും. അപ്പൊ ഈ വിവേകാനന്ദ സ്വാമികളുടെ ഒരു കഥയുണ്ട്. അതാണ് എളുപ്പത്തിൽ തീർന്നായതുകൊണ്ട് അത് പറയാം. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. ഒരു ഗ്രാമത്തിൽ ഒരു വലിയൊരു വാദ്യാനുണ്ടായിരുന്നു. വാദ്യാന് അച്ഛൻ്റെ ശ്രാദ്ധ ദിവസം വന്നു. വാദ്യാൻ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഒക്കെ നല്ല എക്സ്പേർട്ടായിരുന്നു. ക്രിയകളിലൊക്കെ നല്ല ശുദ്ധിയൊക്കെ ഉള്ള എല്ലാ നിഷ്ഠകളോടുകൂടി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇതിന് ഏറ്റവും ശുദ്ധിയോട്, ശ്രാദ്ധമാണ് ക്രിയകളിലെ, വൈദിക ക്രിയകളിലെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് ഈ ശ്രാദ്ധക്രിയകളാണ്. അപ്പൊ അതിനനുസരിച്ച് ഇദ്ദേഹം എല്ലാം ശുദ്ധമായിട്ട്, ഈ പറഞ്ഞ പോലെ സമയമൊക്കെ നോക്കി ശുദ്ധമായിട്ട് വേണ്ടതുപോലെ ചേർക്കാൻ പാടില്ലാത്തതും ചേർക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ആയിട്ട് പല നിയമങ്ങളും ഉണ്ട് ശ്രാദ്ധങ്ങൾക്ക്. അതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഈ മഠത്തിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചാൽ പൂച്ച വന്നിട്ട്, പൂച്ചയുടെ വന്നിട്ട് തൊടുകയല്ല, എന്താ വാസനയ്ക്ക് എന്താ പറയാ, ഈ വേദിയിലിരുന്ന ചില പദങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്, ഗ്രാമ്യ പദങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ പൂച്ച വന്ന് അശുദ്ധാക്കാൻ തുടങ്ങി. ഓരോ തൊട്ട് ഈ വായ കൊണ്ട് തൊട്ട് അല്ലെങ്കിൽ മൂക്കുകൊണ്ട് തൊട്ട്. പൂച്ചയുടെ സ്വഭാവം.
പൂച്ച അപ്പം എന്താ അതെടുത്ത് കളയണം, വീണ്ടും ഉണ്ടാക്കണം. അതിൽ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും വീണ്ടും വന്ന് തൊടും, അശുദ്ധാവും. പൂച്ച വലിയ ശല്യായി. അപ്പൊ ഇദ്ദേഹം ക്ഷണിച്ച ഈ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച കുറച്ച് പണ്ഡിതന്മാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ വന്നു നോക്കുമ്പോ ഇദ്ദേഹം ഉണ്ടാക്കണു, പൂച്ച വന്ന് തൊടുന്നു, ഇദ്ദേഹം ആദ്യം ഉണ്ടാക്കണു. അവസാനം പൂച്ച വളരെ വളരെ ശല്യമായപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പൂച്ചയെ പിടിച്ചിട്ട് ഒരു റൂമിലിട്ടിട്ട് അടച്ചു വെച്ചു, പൂട്ടി. ജനലും വാലും പൂച്ചയെ അടച്ചു വെച്ചിട്ട്. അപ്പൊ ശുദ്ധമായിട്ട് പിന്നീട് ഉണ്ടാക്കി, എല്ലാം ശുദ്ധമായിട്ട് ഉണ്ടാക്കി. ശ്രാദ്ധമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഗംഭീരമായിട്ടല്ല, അതിൻ്റെ രീതിയിൽ കഴിഞ്ഞു. ഈ വന്ന ആൾക്കാർ, ശ്രാദ്ധത്തിൽ വന്ന ആൾക്കാർ മുഴുവൻ ഇത് കണ്ടു എന്നാണ്. അദ്ദേഹം വേദങ്ങളിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ശ്രാദ്ധത്തിന്റെ നിയമങ്ങളൊക്കെ നല്ലോണം അറിയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്ത്, ശ്രാദ്ധം നേരെയാവണമെങ്കിൽ എന്ത് വേണം, പൂച്ചയെ റൂമിലിട്ട് പൂട്ടണം എന്നിങ്ങനെ കണ്ടു. അത് അപ്പൊ വേറെ ചിലവരും പൂച്ചയാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് പൂച്ചയെ എന്തിനും, അങ്ങനെയാണല്ലോ ടി വിയിലത്തെയൊക്കെ ചർച്ച, പൂച്ചയെ എന്തിന് റൂമിലിട്ട് പൂട്ടണം എന്നൊക്കെ ചിന്തിച്ച് അതിന് വകുപ്പുകൾ കണ്ടെത്തി. പൂച്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഈ ഇദ്ദേഹം ചെയ്തത് കണ്ട ആൾക്കാർ മുഴുവൻ, പൂച്ച ഇല്ലാത്ത ആൾക്കാര് പൂച്ചയെ പിടിച്ചുകൊണ്ടുവരിക, മുറിയിലിട്ട് പൂട്ടുക, ശ്രാദ്ധം വിട്ടുക എന്നായി. അവസാന ഗ്രാമത്തിന്റെ അവസ്ഥ അറിയോ? എന്താ ഗ്രാമത്തിലെ അവസ്ഥ ഉണ്ടായത്? ഇവിടെ പൂച്ചയെ വാടകയ്ക്ക് കൊടുക്കപ്പെടുന്ന പീഡിയക്കാരെ എഴുതി വെച്ചു. ഇതുപോലെ നമ്മുടെ പല അനുഷ്ഠാനങ്ങളും. ഒരാള് എന്തിനാണ് ചെയ്തത് എന്നറിയാതെ അതിനെ അനുകരിച്ച് ചെയ്യുക. അതും ഈ കർമ്മ, നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കർമ്മനിഷ്ഠന്മാരാണ് മനുഷ്യരായത് കാരണം. ഇതിങ്ങനെ തൃതീയ സ്കന്ധത്തിലൊക്കെ പറയും. നമുക്ക് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം പറയണു, ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഉറക്കം തോന്നും. അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യണം. കണ്ണൊക്കെ വല്ലയിടത്തേക്കും പോവും, വല്ലവരും നോക്കണം, വല്ലതും ചെയ്യണം, എണീക്കണം, എവിടെയെങ്കിലും തൊടണം, ചൊറിയണം. ശ്രദ്ധയോടെ കേട്ടിരിക്കണമെങ്കിൽ ഒന്നുകിൽ വേറെ കർമ്മങ്ങൾ. നമ്മുടെ ചോദന അങ്ങനെയാണ്. മനുഷ്യ രജോ ഗുണത്തിന്റെ പ്രതിഫലനമായിട്ട് നമുക്കെപ്പോഴും ക്രിയകളിലേക്ക് പോകാൻ താല്പര്യം. നിങ്ങളോട് പറയുകയാണ്, ഈ പ്രസംഗമൊന്നുമല്ല, കുറച്ച് ഓരോരുത്തരായിട്ട് ഓരോരുത്തർക്കും ഓരോ ചരാത് വരും. ആ ചരാത് കത്തിച്ചിട്ട് ഇങ്ങനെ വന്ന് ലൈനായിട്ട് വന്ന് ആ ചരാത് സ്റ്റേജിൽ വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഉത്സാഹമായിരിക്കും. പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യും, ഇത് കൂടെ വരണം, അത് കൂടെ വരണം, ചർച്ച ചെയ്യും. കർമ്മനിഷ്ഠന്മാരാണ്. പക്ഷെ ഇതിനെ തന്നെ, അനുഷ്ഠാനങ്ങളെ തന്നെ പല ബുദ്ധിശക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് നോക്കൂ. ഇപ്പൊ പുസ്തകങ്ങളൊക്കെ ഇട്ടില്ലേ, ആലിന് എന്തുകൊണ്ട് പ്രദക്ഷിണം വെക്കണം, മറ്റേതെന്തുകൊണ്ട് ചെയ്യണം, ഏത് തിരി ആദ്യം കത്തിക്കണം, ഒക്കെ നമ്മൾ താല്പര്യത്തോടു കൂടി പഠിക്കണം. നോക്കൂ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭാഗവതം എന്നുള്ളത് ഇതിനെ കവച്ചു വെക്കൂ കേട്ടോ. അതല്ല, നേരത്തെ പറഞ്ഞാണ് ബ്രഹ്മവിദ്യ, സച്ചിദാനന്ദം, മാധുര്യസ്വരം. അതിൽ തന്നെ മാധുര്യസ്വരൂപമായിരിക്കണ പ്രേമഭക്തി ഭാഗവതത്തിന്റെ പ്രത്യേക എന്നുവെച്ചാൽ പഞ്ചമ പുരുഷാർത്ഥം എന്ന് പറയും. വേദാന്തികൾ സമ്മതിക്കില്ല. വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം പുരുഷാർത്ഥങ്ങൾ 4 ഉള്ളൂ: ധർമ്മം, അർത്ഥം, കാമം. മോക്ഷത്തിന്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്ന് വേദാന്തികൾ പറയും. സച്ചിദാനന്ദ ആവുക, മോക്ഷത്തിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഭാഗവതം കൊണ്ടുവയ്ക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പഞ്ചമ പുരുഷാർത്ഥം, മോക്ഷത്തിന്റെ അപ്പുറത്തുള്ള പരമപ്രേമ സ്വരൂപമായിരിക്കണ മാധുര്യ ഭക്തി, മോക്ഷത്തിനെ കവച്ചു വെക്കണ ഭാഗവതത്തിലെ വിഷയം. നോക്കൂ, ഭാഗവതത്തിലെ സ്തുതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്തുതികളിലും അപുനർഭവം വാ അപുനർഭവം വാ എന്നൊക്കെ കാണാം. ഞങ്ങൾക്ക് മോക്ഷം വേണ്ട എന്ന് പറയും. നമ്മുടെ അവസാനത്തെ ഭാഗവതത്തിന്റെ അവസാനത്തെ പ്രാർത്ഥന അതാണ്, ഭവേ ഭവേ യഥാ ഭക്തി. നമ്മൾ എന്താ പറയാൻ പോണ, പ്രാർത്ഥിക്കാൻ പോണത്? എത്ര ജന്മം വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണെന്നാണ്. പക്ഷെ ഭക്തി വേണം. അവിടെയൊക്കെ മാധുര്യ സ്വരൂപേണയുള്ള ഭക്തി.
നമ്മുടെ 15 മിനിറ്റും കൂടി ഉണ്ട് നമുക്ക്. അപ്പൊ ഇത് ശ്രേഷ്ഠത എന്നുള്ളത് വേദം പറഞ്ഞു തരുന്നതാണ്. വേദത്തിന്റെ അർത്ഥം പലപ്പോഴായിട്ട് മാറി വരുന്നു. ഉദ്ധവ, ഭക്തി പരമപ്രേമ സ്വരൂപിണിയായിരിക്കുന്ന ഭക്തി തന്നെയാണ് എത്തേണ്ടതായിട്ടുള്ള രീതി. ഭാഗവത അപ്പൊ അതിനൊരു കർമ്മം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് വിളക്ക് കത്തിച്ചു വെക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഭാഗവതം ഏത് കർമ്മത്തെയാണ് ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്? കർമ്മപദ്ധതിയില് ഇതൊക്കെ നിങ്ങൾക്ക് ശരിയല്ല തോന്നുന്നങ്ങോട്ട് വിട്ടുകളയാട്ടോ. എന്നിട്ട് ഭാഗവതം പഠിക്കാം. പറയുന്നത് മുഴുവൻ ഇപ്പൊ ശരിയല്ല തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടുകളയാം. എന്നിട്ട് ഭാഗവതം പഠിക്കണം. ഏത് അനുഷ്ഠാനത്തെയാണ് ഭാഗവതം പരമശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളായിട്ട് ഏറ്റെടുക്കണമെന്ന് ചോദിച്ചാൽ 2 or 3 എന്ന് പറയാം. 2 or 3. ഒന്ന് താന്ത്രിക വിധി പ്രകാരമുള്ള ക്രിയായോഗം, പിന്നെ ഒന്ന് ധ്യാനയോഗം, പിന്നെ അതില് ക്രിയായോഗം, അഷ്ടാംഗയോഗ, ധ്യാനയോഗം, പിന്നീട് ജ്ഞാനം. അതില് ആ ശ്രേഷ്ഠമായുള്ള ധ്യാനത്തെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് സിദ്ധികൾ ഉണ്ടാവും എന്ന് പറയും. 18 സിദ്ധികളെ കുറിച്ചിട്ട് പറയും. സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് കൂടെ പറക്കാൻ സാധിക്കുക, അല്ലെ? ലെവിറ്റേഷൻ. ഇരുന്ന സ്ഥലത്ത് നിന്ന് സിദ്ധികൾ ഉണ്ടായാൽ കുറച്ചിങ്ങനെ ഹായ് കിട്ടിയാൽ എന്തൊരു സുഖമായിരുന്നു. ലെവിറ്റേഷൻ ഒക്കെ പറ്റും. ലെവിറ്റേഷൻ, മെന്റലിസം, അല്ലെ? നിങ്ങളിപ്പോ ഒരാളുടെ മുഖത്തെയാണ് നോക്കിയിട്ട് നിങ്ങൾ ആരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്, ഇങ്ങനെ 10-18 സിദ്ധികൾ. പക്ഷെ ഭാഗവതം പറയും സിദ്ധികളെ ഏറ്റെടുക്കാൻ പാടില്ല. യോഗഭ്രഷ്ടത്വം. ബ്രഹ്മാനന്ദാണ് അല്ലെങ്കിൽ ഭഗവാനിലേക്കാണ് ലക്ഷ്യം എന്നുള്ളത്. അമൃതമഥനം പറയുമ്പം ബാക്കിയുള്ളതിനൊന്നും ഏറ്റെടുക്കാൻ പാടില്ല. അപ്സരസ് ഉണ്ടാവും, ഉച്ചശ്രവസ് ഉണ്ടാവും, ഐരാവത് ഉണ്ടാവും, അല്ലെ? മഹാലക്ഷ്മി വരെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ച അമൃതം എന്ന് യോഗരീതിയാണ് അവിടെ. അഷ്ടാംഗ യോഗമൊക്കെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. സിദ്ധികളെ ഏറ്റെടുക്കാൻ പാടില്ല. കാരണം യോഗഭ്രഷ്ടത്വം വരും, അല്ലെ? ആകാശത്ത് കൂടെ പറന്നു നടക്കാൻ സാധിച്ചു. അപ്പൊ ആരോ കണ്ടു ഒരാൾ ആകാശത്ത് കൂടെ പറക്കണു. പിറ്റേ ദിവസം എന്തായി? പിറ്റേ ദിവസം പേപ്പറുകാരും ടി വിക്കാരും വന്നു, അല്ലെ? യൂട്യൂബിൽ വന്നു. പിന്നെയോ പിന്നെ കുറെ ആരാധകരുണ്ടായി, ഫാൻ ക്ലബ് ഉണ്ടായി, അല്ലെങ്കിൽ ശിഷ്യന്മാരുണ്ടായി. പിന്നെ എന്താ വെച്ചാല് അവരിങ്ങനെ പറഞ്ഞപ്പോ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കാൻ തുടങ്ങി ആകാശത്ത് കൂടെ പറക്കണ ആളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, 20 രൂപയുടെ ടിക്കറ്റ് വെച്ചു. 20 രൂപ ടിക്കറ്റ് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറക്കേണ്ടി വരും. യോഗഭ്രഷ്ടത്വം. നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തില്ല. അപ്പൊ ഉദ്ധവൻ അതിന് മറുപടി പറയും, ഇതങ്ങനെ അങ്ങനെ കിട്ടണ കാര്യമൊന്നുമല്ലോ. ഈ ധ്യാനിക്കാൻ പറ്റിയാലല്ലേ സംഭവിക്കുള്ളൂ ഇതൊക്കെ. നമ്മുടെ ഭാഗവതത്തിലെ ധ്യാനം എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ധ്യാന പദ്ധതി എന്ന് പറയും. മൂലാധാരം ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ള ധ്യാന പദ്ധതി ഒന്നുമല്ല ഭാഗവതത്തിൽ പലപ്പോഴും കാണുക. ഹൃദയം, ആരുണിക പദ്ധതി എന്നൊക്കെ പറയും. ഒക്കെ ഇതാണ് ഞാൻ ഘനം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിന്റെ ഘനം ഇത്രണ്ട്. ആരുണിക പദ്ധതി എന്നുള്ള ധ്യാനമാണ്, അല്ലാതെ നമ്മുടെ മൂലാധാരത്തിന് അങ്ങനെയുള്ളതല്ല. ഹൃദയം എന്നുള്ളതെന്നാണ് ഭാഗവതത്തിലെ ധ്യാനം വരിക. അവിടുന്ന് തുടങ്ങും. അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തിയ ആൾക്കാർക്കാണ് ഭാഗവതത്തിലെ ധ്യാന പദ്ധതി. ഹൃദയപത്മത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്നുള്ള ആൾക്കാർക്കുള്ളത്. അപ്പൊ അത് അങ്ങനെ പറ്റിയാലല്ലേ സിദ്ധികളുടെ പ്രശ്നമുള്ളൂ എന്നാണ്. അതിനാണ് വിഭൂതി അധ്യായം. അത് വിഭൂതി അധ്യായം എന്നുള്ളത് നിങ്ങള് കാപിലത്തിൽ പറയും, ലോകത്തിലെ കപിലവാസുദേവൻ പറയും, പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മുഴുവൻ നമ്മളോട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അർഹയെ ദാനമാനാഭ്യാം മൈത്രിയാഭിന്നേന ചക്ഷുഷ. ഓരോ വസ്തുവും, പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഓരോ വസ്തുവും നമ്മളോട് ദാനവും മാനവും ആവശ്യം. ദാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് കിട്ടണം. മാനം എന്ന് പറഞ്ഞാൽ ആദരവ് അല്ലെങ്കിൽ ഇഷ്ടം. ദാനവും നമ്മളിത് ചെയ്യണില്ല, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രോബ്ലംസിനൊക്കെ കാരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രോബ്ലംസിന് കാരണം. അതിന് വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യം.
അർഹയെ ദാനമാനാഭ്യാം. ലോകത്തിലെ വസ്തുക്കളെ അപമാനിച്ചുകൊണ്ട് ഏത് സ്വർണം കൊണ്ടുള്ള തുലാഭാരം വെച്ചാലും ഭഗവാൻ സന്തോഷിക്കില്ല എന്ന് കപിലവാസു വ്യക്തമായിട്ട് പറയും. ചെടികൾക്ക് എന്ത് കൊടുക്കണം? വെള്ളവും വളവും. ദാനം ഈശ്വര സ്വരൂപമായിട്ട് കാണും. വിശന്നു വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ വേറെ രശീത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇത് പഠിപ്പിച്ചു വരും വിഭൂതി അധ്യായം. നിങ്ങൾ ഈശ്വരനെ കാണൂ. കാരണം ഇതൊക്കെ ഭഗവത് സ്വരൂപമാണ്. കപിലവാസുദേവൻ ഇതൊക്കെ ഞാനാണ്. അപ്പൊ ഇതിന് ഈശ്വര സ്വരൂപമായിട്ട് ഏറ്റെടുക്കൂ. പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമ്മൾ 10, 10, 20,000, 24,000 രൂപയ്ക്ക് മേടിച്ച ഫ്രിഡ്ജാണ്. നല്ല സ്വാതന്ത്ര്യമുണ്ട്. പടയെന്ന് പറഞ്ഞിട്ട് അടയ്ക്കലും തുറക്കലും ചെയ്താൽ ഫ്രിഡ്ജ് കേടാവും. പതുക്കെ അടച്ചാലോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടയും ഫ്രിഡ്ജ്. ഓരോ ആക്ഷനിലും ഞാൻ കൈകാര്യം ചെയ്യണത് ഈശ്വരനെയാണ്. ജീവിതത്തിൽ പേരക്കുട്ടിയെ കളിപ്പിച്ചോളൂ, ബാക്കിയുള്ളത് ചെയ്തോളൂ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ, വ്യവസായങ്ങൾ നടത്തിക്കോളൂ, കൃഷി നടത്തിക്കോളൂ, നടന്നോളൂ, ഇരുന്നോളൂ, കഴിച്ചോളൂ. ഞാൻ ഈശ്വര പൂജയാണ് ചെയ്യണത് എന്ന് പറഞ്ഞു. ശരിയാവും ജീവിതം. അപ്പൊ ഇത് ചെയ്യാൻ എങ്ങനെ സാധിക്കുക? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളിൽ ഈശ്വരനെ കാണും. ഇഷ്ടമുള്ള ഗുണങ്ങളുള്ള നല്ല ഡാൻസ് കളിക്കണ ഒരാള് ഡാൻസ് കളിക്കുമ്പോൾ അയാളിൽ ആ കഴിവായിട്ട്, അത്ഭുതകരമായുള്ള കഴിവായിട്ട് വിളങ്ങി നിൽക്കുന്നത് ഭഗവാനാണ്. പേരക്കുട്ടിയോട് എനിക്ക് വാത്സല്യം, ഇഷ്ടമുണ്ട്. ആ വാത്സല്യം ആ പേരക്കുട്ടിയുടെ രൂപത്തിൽ എന്തുകൊണ്ട് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആ പേരക്കുട്ടി തരണം വെച്ചാൽ അതിൽ ഈശ്വരനാണ്. ഇത് സാധിക്കും നമുക്ക്. ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കളിൽ, അതിനാണ് നമ്മൾ ആലിൽ ഭഗവാനെ കാണണു. ആലിൽ മാത്രമാണോ? വേറെയും വൃക്ഷങ്ങളെ നമ്മൾ പ്രദക്ഷിണം വെക്കണ്ട്, തുളസിയെ പ്രദക്ഷിണം വെക്കണ്ട്, ആലിന് മാത്രമല്ല. പക്ഷെ പേരാലിൽ തുടങ്ങും, തുളസിയിൽ തുടങ്ങി അതിങ്ങനെ താഴേക്ക് കൊണ്ടുവന്നു കറുകയിൽ വരെ. അല്ലെങ്കിൽ ചെറിയ നോക്കൂ, ഒരു കറുക ചെയ്യണോ, ലോകത്തിന് ചെയ്യണോ ഉപകാരം നമ്മൾ ചെയ്യണ്ടോ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചുട്ടുപൊള്ളുന്ന കാലിന് തണുപ്പും ശ്വസിക്കാൻ ഓക്സിജനും ഒക്കെ തരുമ്പോൾ അതിനെ വെട്ടിമാറ്റി ടൈലിട്ടിട്ട് പോകുമ്പം വെറുതെ അല്ല ജലക്ഷാമം ഉണ്ടാവുന്നത്.